കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സൗത്ത് ഇന്ത്യയിലത്തെ വരെയാണ് നമ്മൾ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ ഇടം വരെയാണ് എടുത്തത്. ഇപ്പൊ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായ ഇതൊക്കെ പറഞ്ഞു, പ്രശ്നങ്ങളും അവിടെ അവര് ഉണ്ടായിരുന്ന മുന്നേറ്റങ്ങളും അവർ കൊണ്ടുവന്ന സംഘടനകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വീണ്ടും നമുക്ക് ഇങ്ങോട്ട് പോവാം, നോർത്തിലേക്ക് പോകാം. അടുത്താണ് എന്ത്? പഞ്ചാബ് ക്രൈസിസ്. പഞ്ചാബിൽ ഉണ്ടായ പ്രതിസന്ധി എന്താന്ന് നമുക്ക് നോക്കാം. We witnessed a separatist movement which demanded the formation of a separate state, Khalistan, for the Sikh. The movement gradually turned to terrorism and created a dangerous crisis in India. 1980s ആയപ്പോഴേക്കും പഞ്ചാബിൽ എന്താണ് ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിന് തുടക്കം കുറിക്കുകയും സിഖ് ഖാലിസ്ഥാൻ എന്ന ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്താണ് ഒരു ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് തിരിയുകയും ഇന്ത്യ എന്താണ് അപകടമായ ഒരു പ്രതിസന്ധി, ഇന്ത്യയിൽ ഒരു അപകടകരമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. 1980s പഞ്ചാബ് ഒരു പുതിയൊരു സ്റ്റേറ്റ് വേണമെന്ന്, ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരോട് ടെററിസം സ്റ്റാർട്ട് ചെയ്യാണ് ഉണ്ടായത്. കോസസ് എന്തെല്ലാം എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പഞ്ചാബിൽ ക്രൈസിസ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. The root causes of Punjab crisis was the growth of communalism among the Sikh. The Sikh communalism, which originated even before independence, was transformed into extremism, separatism, and terrorism after 1980s and became the causes of Punjab. അതായത് സിഖുകാർക്കിടയിൽ വളർന്നു വന്നൊരു അതായത് വർഗീയത, കമ്മ്യൂണലിസം ആണ് ഈ പഞ്ചാബ് ക്രൈസിസിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യത്തിന് മുന്നേ അതായത് ഉയർന്നു വന്ന സിഖുകാർക്കിടയിൽ വർഗീയത ഉണ്ടായിരുന്നു. അത് 1980s ആയപ്പോഴേക്കും എന്തായി, അവര് വളരെയധികം അവർക്ക് അവരെ എക്സ്ട്രീമിസം, സെപ്പറേറ്റിസം, ടെററിസം ഒക്കെ അതായിട്ട് പരിണമിക്കുകയും പഞ്ചാബില് ക്രൈസിസിന് കാരണമാവുകയും ചെയ്തു. മനസ്സിലായ? മെയിൻ കോസസ് എന്ന് പറയുന്നത് എന്താണ്? പഞ്ചാബിൽ അവിടെ ഉണ്ടായിരുന്ന സിഖുകാർക്കിടയിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണലിസം ആണ് മെയിൻ ആയിട്ട് കോസസ് പറയുന്നത്. അത് 1980, അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സിഖുകാർക്കിടയിൽ കമ്മ്യൂണിസം അവിടെ ഒറിജിനേറ്റ് ചെയ്തിരുന്നു. 1980s ആയപ്പോഴേക്കും ഈ കമ്മ്യൂണലിസം എന്തൊക്കെയായി മാറിയെന്ന് പറഞ്ഞ് എക്സ്ട്രീമിസവും, സെപ്പറേറ്റിസവും, ടെററിസവും, അതായത് പറഞ്ഞ തീവ്രവാദവും ഈ ഭീകരവാദമൊക്കെ അതൊക്കെ ആയി മാറി. ഇതാണ് പഞ്ചാബിലെ ക്രൈസിസിന് ആയ കാരണങ്ങള്. Agalidal, which was formed in 1920, demanded the formation of separate Punjab Sabha for the Sikhs. 1980s സ്ഥാപിതമായ ഒരു അകാലിദൾ. അത് സിഖുകാർക്ക് ഒരു പ്രത്യേക സംസ്ഥാനം അല്ലെങ്കിൽ ഒരു പഞ്ചാബി സഭ വേണമെന്ന് അല്ലെങ്കിൽ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. Since demand of Agalidal was communal, the Nehru government did not consider it. അതായത് ഈ അകാലിദൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ആവശ്യം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണൽ ആയിട്ടുള്ളതായിരുന്നു. കമ്മ്യൂണൽ വർഗീയ അടിസ്ഥാനമായിട്ടുള്ള ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നെഹ്റു ഗവൺമെന്റ് അതിനെ പരിഗണിച്ചില്ല. Agalidal tactfully changed its stand and declared that the demand of Punjab Sabha was purely linguistic one. ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് അതിനെ പരിഗണിക്കാണ്ടായപ്പോ എന്തായി, അകാലിദൾ തന്ത്രപൂർവമായിട്ട് എന്ത് ചെയ്തു, അവര് ചുവട് മാറുകയും പഞ്ചാബ് സഭയ്ക്ക് വേണ്ടിയുള്ള ആവശ്യം ഭാഷാധിഷ്ഠിതമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഓരോ ആൾക്കാർക്ക് അവരുടെ ഭാഷയോടോ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിനോടൊക്കെ കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അത് അദ്ദേഹം അവിടുത്തെ ആൾക്കാർ ഇതാക്കാൻ വേണ്ടിയിട്ട് തന്ത്രപരമായിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഇത് ചേഞ്ച് ചെയ്തിട്ട് എന്ത് പറഞ്ഞു, ലിംഗ്വിസ്റ്റിക് ഭാഷാപരമായിട്ട് ഭാഷാധിഷ്ഠിതമായിട്ട് ആവശ്യം ഭാഷാധിഷ്ഠിതമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. So they put forward the demand for separate state for Punjab speaking people instead of claiming a separate state for the Sikh people. Finally, Indira Gandhi government accepted the demand of Agalidal. In 1966, Punjab was reorganized on the basis of language and it was divided into 2 states. അങ്ങനെ സിഖുകാർക്ക് വേണ്ടിയിട്ട് വേണ്ടിയുള്ള ഒരു സംസ്ഥാനം എന്നതിന് പകരം പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കണം ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. അങ്ങനെ അപ്പൊ എന്തായി, ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഈ അവരുടെ ആവശ്യം
അംഗീകരിച്ചു. അങ്ങനെ 1966 എന്തായി, പഞ്ചാബ് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുക, പഞ്ചാബ് അത് രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ടാണ് ഉണ്ടായത്. 1966 ഇത് ഓർഗനൈസ് ചെയ്ത് ലാംഗ്വേജ് ബേസിൽ എന്ത് ചെയ്തു, സ്റ്റേറ്റ് രൂപീകരിച്ചു. ഹരിയാന ചണ്ഡീഗഡ് വാസ് മെയ്ഡ് ദ കോമൺ ക്യാപിറ്റൽ ഓഫ് ബോത്ത് പഞ്ചാബ് ആൻഡ് ഹരിയാന. രണ്ട് ഭാഷാടിസ്ഥാനത്തില് അതിനെ വേർതിരിച്ചപ്പോ എന്താണ്, പഞ്ചാബി സംസാരിക്കുന്നവര് പഞ്ചാബിലും ഹിന്ദി സംസാരിക്കുന്നത് അതായത് ഹരിയാന എന്ന രണ്ട് സംസ്ഥാനമായിട്ടാണ് എന്ത് ഭാഷാടിസ്ഥാനത്തിലായിരുന്നു അവര് വേർതിരിച്ചത്. ഈ ചണ്ഡീഗഡ് എന്തിന്റെ, ഈ രണ്ടെണ്ണത്തിന്റെയും ക്യാപിറ്റൽ, ഹരിയാനയുടെയും പഞ്ചാബിന്റെയും ക്യാപിറ്റൽ ആയിട്ട് അവര് പ്രഖ്യാപിച്ചു. ബൈ ദിസ് എ ടോട്ടൽ ചേഞ്ച് ടു പ്ലേസ് ഇൻ ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദി സ്റ്റേറ്റ്. ഇങ്ങനെ വന്നപ്പോ എന്താണ്, അവിടുത്തെ ഒരു സോഷ്യൽ സ്ട്രക്ചർ തന്നെ, ആ സ്റ്റേറ്റിന്റെ സോഷ്യൽ സ്ട്രക്ചർ തന്നെ മാറാണ് ഉണ്ടായത്. The Sikh people now constituted the majority in the പഞ്ചാബ്. സിഖ് പീപ്പിൾ അതായത് മറ്റേ പഞ്ചാബിലെ ഭൂരിപക്ഷം ആർക്കായിരുന്നു, 60% ആൾക്കാരും അവിടെ പഞ്ചാബില് സിഖുകാരായിരുന്നു എന്നാണ് പറയുന്നത്. 60%ഉം പഞ്ചാബില് സിഖുകാര് ആയിരുന്നു. ഇനി പൊളിറ്റിക്കൽ കോണ്ടാക്സ്റ്റ് ഓഫ് പഞ്ചാബ് ക്രൈസിസ്. പഞ്ചാബ് പ്രതിസന്ധിക്ക് ഉണ്ടായ അവിടുത്തെ പൊളിറ്റിക്കൽ കോണ്ടാക്സ്റ്റ്, രാഷ്ട്രീയ പശ്ചാത്തലം എന്തായിരുന്നു അവിടുത്തെ എന്ന് നമുക്ക് നോക്കാം. ആഫ്റ്റർ റീഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ്, ദ അകാലിദൾ കെയിം പവർ ഇൻ 1967 ആൻഡ് 1977. അതായത് നമ്മൾ പറഞ്ഞു പഞ്ചാബ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, അതായത് പുനഃസംഘടനയ്ക്ക് ശേഷം 1967ലും 1977ലും അകാലിദളായിരുന്നു അവിടെ അധികാരത്തിൽ എത്തിയിരുന്നത്. On the both occasion the party did not have a majority. രണ്ട് പ്രാവശ്യവും എന്താണ്, അകാലിദളിന് വേണ്ടത്ര ഭൂരിപക്ഷം ഒന്നും ഉണ്ടായിരുന്നില്ല. So it was forced to form coalition government. അകാലിദൾ realized that its political position was in a danger. അദ്ദേഹം അപ്പൊ എന്തായി, ഭൂരിപക്ഷം ഇല്ലാണ്ടായപ്പോ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റ് രൂപീകരിക്കാനായിട്ട് നിർബന്ധിതരായി. അങ്ങനെ അദ്ദേഹം റിയലൈസ് ചെയ്തു അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലാണെന്ന് അവർക്ക് മനസ്സിലായി. അത് അദ്ദേഹം മുൻകൂട്ടി കണ്ടു. ദ റീസൺ ഫോർ പൊളിറ്റിക്കൽ ഫെയിലിയർ ഓഫ് അകാലിദൾ, നമ്മൾ പറഞ്ഞു അകാലിദൾ പരാജയപ്പെടുകയാണ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ദ അകാലിദൾ ഗവൺമെന്റ് were dismissed by the center before completing the tenure. അതായത് അകാലി ഗവൺമെന്റ് അതായത് അവരെ പീരീഡ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ എന്താ, സെന്റർ അവരെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. സെൻട്രൽ ഗവൺമെന്റ് അവരെ പിരിച്ചുവിട്ടു. അകാലിദൾ ഹാഡ് നോ സപ്പോർട്ട് അമംഗ് ദ ഹിന്ദുസ്. ഹിന്ദുസ് ഇതിനെ അകാലിദളിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. There were കാസ്റ്റ് ആൻഡ് ദ ക്ലാസ് ഡിസ്റ്റിങ്ഷൻ വിത്തിൻ ദ സിഖ് കമ്മ്യൂണിറ്റി. സിഖ് സമുദായത്തിൽ തന്നെ ജാതിയുടെയും വർഗീയതയുടെ അടിസ്ഥാനത്തിലൊക്കെ അവരെന്ത് വേർതിരിവുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ് അവരെ പൊളിറ്റിക്കൽ സപ്പോർട്ട് കുറയാനായിട്ട് കാരണമായി. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയണത് ദളിത് among the Sikh support the കോൺഗ്രസ്. നമ്മൾ പറഞ്ഞു അവിടുത്തെ ദളിത് ആരെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്, ദളിത് സിഖ്സ് കോൺഗ്രസിനെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. മെജോറിറ്റി ഓഫ് ദം വേർ ലാൻഡ്ലെസ് ആൻഡ് അഗ്രികൾച്ചർ വർക്കേഴ്സ്. അവിടുത്തെ മെജോറിറ്റി ആൾക്കാരും ലാൻഡ്ലെസ്സും അഗ്രികൾച്ചർ വർക്കേഴ്സും ഭൂരഹിതരായ കർഷക തൊഴിലാളികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അകാലിദൾ വാസ് ഡോമിനേറ്റഡ് ബൈ ദ വെൽത്തി ഫാമേഴ്സ്. ഈ അകാലിദൾ കൂടുതൽ അവർക്ക് പ്രാധാന്യം കൊടുത്ത ആർക്കായിരുന്നു, വെൽത്തി ഫാമേഴ്സിനായിരുന്നു അവർ കൂടുതലും, അവരെയായിരുന്നു ഡോമിനേറ്റ് ചെയ്തിരുന്നത്. അവർക്കായിരുന്നു അവരിലായിരുന്നു ഒരു മേധാവിത്വം ഇവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് താഴ്ന്ന, അതായത് ദരിദ്രരായിട്ടുള്ള ആൾക്കാര് ഓൾറെഡി എന്താണ് കോൺഗ്രസിനെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തത്. നാച്ചുറലി കോൺഗ്രസ് ഗോട്ട് ദ സപ്പോർട്ട് ഓഫ് ദ ദളിത് സിഖ്സ്. അതുകൊണ്ട് തന്നെ ആരെ സപ്പോർട്ട് ചെയ്തു, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ അവിടെ എന്തായി, അകാലിദൾ എന്നതിന് അവർക്കൊരു പരാജയമാണ് ഉണ്ടായത്. A section of അകാലിദൾ now began to demand political autonomy for പഞ്ചാബ്. ഒരു സെക്ഷൻ ഓഫ് അകാലിദൾ എന്ത് വീണ്ടും ആവശ്യപ്പെട്ടു, ഒരു പൊളിറ്റിക്കൽ ഓട്ടോണമി, പഞ്ചാബിന് വീണ്ടും ഒരു സ്വയംഭരണം വേണം എന്ന് അവര് ആവശ്യപ്പെട്ടു.
This demand came through the resolution passed at their conference at Anandpur Sahib in 1973. ഈ 1973 അനന്തപൂർ സാഹിബിൽ വെച്ച് നടന്ന അവരുടെ സമ്മേളനം പാസ്സാക്കിയ ഒരു പ്രമേയത്തിലാണ് അവർ വീണ്ടും ഇത് ആവശ്യപ്പെട്ടത്. അനന്തപൂർ സാഹിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ ഒരു പ്രമേയം അവർ പാസ്സാക്കി. ആ പ്രമേയത്തിലാണ് അവർ വീണ്ടും പഞ്ചാബിന് ഒരു പൊളിറ്റിക്കൽ ഓട്ടോണമി വേണമെന്ന് അവര് ആവശ്യപ്പെട്ടത്. Cycle of violence. The leadership of അകാൽദൾ soon passed from the moderate to the extremist. അതായത് ഈ അകാൽദളിന്റെ അതായത് ഈ അകാൽദളിലുള്ള ലീഡർഷിപ്പ് മോഡറേറ്റ്സിൽ നിന്നും എങ്ങോട്ട് മാറി? എക്സ്ട്രീമിസ്റ്റിലേക്ക്, അതായത് മിതവാദികളിൽ നിന്നും തീവ്രവാദികളിലേക്ക് അവരുടെ ലീഡർഷിപ്പ് മാറുകയാണ് ഉണ്ടായത്. ഇറ്റ് വാസ് അണ്ടർ ദ ജർണൽ സിംഗ് ഭിന്ദ്രവാല ദ ടെററിസ്റ്റ് ഓപ്പറേഷൻ ബിഗൺ ഇൻ പഞ്ചാബ്. ഭിന്ദ്രവാലയുടെ നേതൃത്വത്തില് ടെററിസ്റ്റ് ഓപ്പറേഷൻസ് എവിടെ ഉണ്ടായി? പഞ്ചാബില് ഭീകരവാദത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഭിന്ദ്രവാല എന്ന് പറഞ്ഞ ഒരു ടെററിസ്റ്റ് ആണ് പഞ്ചാബിലെ ഭീകരവാദത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിന്റെ പിക്ചറാണ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഭിന്ദ്രവാല. In order to escape from the police arrest, Bhindranwale and his fellow men made Guru Nanak Niwas inside the Golden Temple as the headquarters of their activities. They collected arms and ammunition and kept them in the Agal Takht of the Golden Temple. Thus, the Golden Temple is Amritsar was turned into an armed fortress. അതായത് നെക്സ്റ്റ് സൈഡിൽ കൊടുത്ത പിക്ചറാണ് ഇത് ഗോൾഡൻ ടെമ്പിൾ, അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിൾ ആണ് അത്. അപ്പൊ ഈ ഭിന്ദ്രവാല ടെററിസ്റ്റുകള് പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അമൃത്സറിലുള്ള സുവർണ ക്ഷേത്രത്തിലെ അങ്ങോട്ട് ഗുരുനാനാക്ക് നിവാസികളെ താവളമാക്കിയാണ് അവര് അവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റി ഒക്കെ എവിടെയാണ്? അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലായിരുന്നു അവര് പ്രവർത്തിച്ചിരുന്നത്. സുവർണ ക്ഷേത്രം എന്ത് ചെയ്തു? അവരെ ആയുധങ്ങളും അല്ലെങ്കിൽ വെപ്പ് എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സൂക്ഷിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുകയാണ് ചെയ്തത്. അവരൊരു ആയുധപ്പുരി ആക്കിയിട്ട് അവർ ഗോൾഡൻ ടെമ്പിൾ അവരൊരു ആയുധ ശേഖരണത്തിനുള്ള ഒരു ഇതാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. Finally, Indira Gandhi government decided to use a military force to outset terrorists from the Golden Temple and other Gurudwaras. In June 1984, the government of India carried out the Operation Blue Star, code name for military action in the Golden Temple. അപ്പൊ ഫൈനലി ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എന്ത് ഡിസൈഡ് ചെയ്തു? അവര് മിലിറ്ററി ഫോഴ്സിനെ ഗോൾഡൻ ടെമ്പിളിലേക്ക് അയച്ചിട്ട് ടെററിസ്റ്റുകളെ അവിടുന്ന് അതായത് അവരെ നീക്കം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ജൂൺ 1984 ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഇതിന് കൊണ്ടുവന്ന ഒരു ഓപ്പറേഷന്റെ പേരാണ് ഗോൾഡൻ ടെമ്പിളിലെ മിലിറ്ററി അയക്കാനുള്ള ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിരിക്കും കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് പഠിച്ചോ. എന്താണ്? ഈ സുവർണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗോൾഡൻ ടെമ്പിളിലെ ഭിന്ദ്രവാല സംഘത്തെയും വധിക്കുന്നതിനും ആയുധശേഖരം പിടിച്ചെടുക്കുന്നതിനും ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു രഹസ്യനാമം ഇതിന് കൊടുത്ത രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? The army entered the Golden Temple and killed Bhindranwale and his men in the encounter and seized the arms kept there. ആർമി ഗോൾഡൻ ടെമ്പിളിലേക്ക് ചെല്ലുകയും ഭിന്ദ്രവാലരെ അദ്ദേഹത്തിന്റെ കൂട്ടാളികളൊക്കെ അവിടെ എൻകൗണ്ടറിൽ കൊല്ലുകയാണ് ചെയ്തത്. The army action inside the Golden Temple deeply hurt a sentiments of Sikh. It also caused serious damage to the Holy Temple. അതായത് ഇവിടെ ഈ ഗോൾഡൻ ടെമ്പിളിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ സിഖുകാർ അവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ വളരെയധികം ഡാമേജ് ആയി. നമ്മൾ നേരത്തെ കണ്ട പിക്ചറും ഇപ്പോഴത്തെ പിക്ചറും കണ്ടില്ല, അത് വളരെയധികം ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ ഈ അക്രമത്തിൽ ഈ ഗോൾഡൻ ടെമ്പിളിൽ വളരെയധികം കേടുപാടുകളൊക്കെ സംഭവിച്ചു. ഈ കേടുപാടുകളൊക്കെ സംഭവിച്ചപ്പോ അവിടുത്തെ സിഖുകാർക്ക് അത് വളരെയധികം അവർക്ക് അവരുടെ ഒരു നമുക്കതിലിപ്പോ നമ്മുടെ ടെമ്പിളിന് എന്തെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതുണ്ടാവില്ല. അതുപോലെ തന്നെ അവർക്കും അവരുടെ വികാരങ്ങളൊക്കെ അവർക്ക് വളരെയധികം അവരുടെ സെന്റിമെന്റ്സ് അവർക്ക് വളരെയധികം വിഷമായി. അങ്ങനെ എന്ത് ചെയ്തു? അവരതിനെതിരെ ഈ സൈനികർക്ക് അവരുടെ ഈ നടപടിയൊന്നും സിഖുകാർക്ക് വളരെയധികം വിഷമമാണ് ഉണ്ടായത്, അവരുടെ ഈ ടെമ്പിള് നശിച്ചപ്പോ.
A large section of Sikh in India and abroad saw the military operation as an attack on their faith. This incident gave further impetus to the militant and the extremist. It also paved the way for some tragic incident which you made Punjab crisis more complicated. അതായത് ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നുള്ള സിഖുകാരില് വലിയൊരു വിഭാഗം തങ്ങളുടെ വിശ്വാസത്തിനെതിരെ ഉള്ള ഒരു ആക്രമണമായിട്ടാണ് എന്ത് ഈ സൈനിക നടപടിയെ കണ്ടത്. അത് ഇന്ത്യയിലുള്ളതും അല്ല എബ്രോഡിലുള്ള സിഖുകാരൊക്കെ എന്ത് ഈ ഓപ്പറേഷൻ അവരുടെ ഒരു വിശ്വാസത്തിന് എതിരായിട്ടാണ് കണ്ടത്. അങ്ങനെ വന്നപ്പോ എന്താണ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് എന്താണ് ഇതൊരു ഈ അങ്ങനെ മറ്റു ഇപ്പൊ ജനങ്ങളൊക്കെ എന്താണ് ഇവർക്ക് ഈ സൈനികർക്കെതിരെ തിരിഞ്ഞു അല്ലെ അവിടുത്തെ സിഖുകാരൊക്കെ. അപ്പൊ അവർക്ക് അതൊരു സപ്പോർട്ടായിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഈ സംഭവം എന്താണ് ഒരു പ്രചോദനമായിട്ടാണ് അവർക്ക് ഉണ്ടായത്. അങ്ങനെ ഈ പഞ്ചാബ് പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാനായിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ അത് അവർക്ക് സാധിച്ചു. കൂടുതല് ഈ സംഭവങ്ങളൊക്കെ ഇത് മൂലം എന്താണ് പുതിയ വേറെ സംഭവങ്ങൾക്കൊക്കെ വഴിതിരിക്കുകയാണ് ഉണ്ടായത്. On 30th October 1984, Indira Gandhi was assassinated outside her bodyguard. Both the assassinates were Sikh who wanted to take a revenge for the military action in the Golden Temple. അങ്ങനെ നമ്മൾ പറഞ്ഞു കുറെ സംഭവങ്ങളൊക്കെ വഴിതിരിച്ചു. അതിലൊരു സംഭവമാണ് എന്ത് ഇന്ദിരാഗാന്ധിനെ ബോഡിഗാർഡ് വീടിന്റെ വെച്ചിട്ട് ഇത് വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അതായത് ഈ സിഖ് ടെമ്പിള് നശിപ്പിച്ചില്ല അതിനൊരു റിവെഞ്ച് ആയിട്ടാണ് എന്ത് ഗോൾഡൻ ടെമ്പിള് നശിപ്പിച്ചതിന് ഒരു റിവെഞ്ച് ആയിട്ടാണ് അവര് ഇതിനെ കണ്ടിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഇന്ദിരാഗാന്ധിനെ അവര് വധിച്ചു. Following the death of Indira Gandhi, violence broke out against Sikh in Delhi and in many parts of North India. Violence against the Sikh continued for a week. അതായത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് ഡൽഹിയിലും ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും സിഖ് വിരുദ്ധ ലഹളകളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു. സിഖുകാർക്കിടയിൽ എന്തായി അതിക്രമങ്ങളൊക്കെ ഒരാഴ്ചയോളം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സിഖുകാരാണല്ലോ ഇന്ദിരാഗാന്ധിനെ കൊന്നത്. അപ്പൊ അവർക്കെതിരെ അതിക്രമങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ഉണ്ടായത്. Killed in the national capital itself, hundreds of Sikhs were killed in other places like Kanpur, Bokaro, and Chas. Many Sikh families lost their male members. Thus, the Sikh people suffered heavy emotional and financial loss. More 2000 Sikhകാരെ അവിടെ നമ്മുടെ ക്യാപിറ്റലിൽ അതായത് അവിടെ വെച്ച് തന്നെ തലസ്ഥാന നഗരിയിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുകയുണ്ടായി. 100 of Sikhs എവിടെ വെച്ചിട്ട് അതർ പ്ലേസ് കാൺപൂറിലും ബൊക്കാറിലും ചാസിലൊക്കെ വെച്ചിട്ട് മരണപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ സിഖ് ഫാമിലിക്ക് അവരെ മെയിൽ മെമ്പേഴ്സിനെ നഷ്ടമായി. അതുപോലെ ഇക്കണോമിക്കലായി ഫിനാൻഷ്യൽ ആയിട്ടും ഇമോഷണൽ ആയിട്ടും സിഖ് പീപ്പിൾ വളരെ വേണ്ടി വന്നു. കാരണം ഈ അവരെ മെയിൽ മെമ്പേഴ്സിനൊക്കെ വധിക്കുമ്പോ എന്താണ് ഫിനാൻഷ്യൽ ആയിട്ട് അവർക്ക് മാർഗമില്ലാണ്ടായി. അതുപോലെ തന്നെ നമുക്ക് ഇമോഷണൽ ആയിട്ടും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ഉണ്ടായത്. The government took a long time to restore normalcy and the culprits were not effectively punished. The further hurt the sentiments of Sikh people. അതായത് കാര്യങ്ങളൊക്കെ സാധാരണ സ്ഥിതിഗതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതിനായിട്ട് ഗവൺമെന്റിന് എടുത്ത കാലതാമസവും അതായത് അക്രമകാരികൾക്കൊക്കെ വേണ്ടത് ശിക്ഷയൊന്നും അവര് കൊടുത്തിരുന്നില്ല. അതൊക്കെ സിഖുകാർക്ക് വളരെയധികം അവർക്ക് വളരെയധികം വിഷമമായി. ഈ സിഖുകാരൊക്കെ കൊന്നൂലോ അത് എന്താണ് അത് ശിക്ഷ കൊടുക്കാണ്ടും സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് വളരെയധികം കാലതാമസം എടുത്തു. After a period of 20 years, Prime Minister Manmohan Singh in his speech in the parliament expressed regret over this killing and apologized to the nation for the anti-Sikh violence. After a period of 20 years, അതായത് 20 വർഷങ്ങൾക്ക് ശേഷം എന്താണ് നമ്മുടെ പാർലമെന്റിൽ വെച്ച് മൻമോഹൻ സിംഗ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ഒരു പ്രസംഗം പറഞ്ഞു. അപ്പൊ അതില് എന്ത് ചെയ്തു അപ്പോളജൈസ് ചെയ്തു. സിഖുകാരെ കൊന്നതില് അദ്ദേഹം ഒരു ഖേദം പ്രകടിപ്പിക്കുകയും സിഖ് വിരുദ്ധ അക്രമങ്ങളൊക്കെ ഉണ്ടായത് രാഷ്ട്രത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതാണ് എന്ത് സൈക്കിൾ ഓഫ് വയലൻസിൽ പറയുന്നത്. അതിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ട് അത് നോക്കിക്കോ. നെക്സ്റ്റ് ആണ് റോഡ് ടു പീസ്, സമാധാനത്തിലേക്ക്
ക്കുള്ള പാത എന്താണ് ഇനി ഇത്ര നമ്മൾ നേരം എന്താണ് വയലൻസ് ആണ് പറഞ്ഞത് അല്ലെ? ഇനി എന്താണ് പീസ്, എങ്ങനെയാണ് സമാധാനത്തിലേക്കുള്ള വഴി എങ്ങനെ കണ്ടെത്തിയെന്ന് നമുക്ക് നോക്കാം. Prime Minister Rajiv Gandhi, who assumed the office after the assassination of Indira Gandhi, began several attempts to solve the Punjab crisis. അതായത് രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ മകനാണ് രാജീവ് ഗാന്ധി. അദ്ദേഹം എന്താണ് ഇന്ദിരാഗാന്ധി മരണത്തിന് ശേഷം കൂടുതൽ പഞ്ചാബ് ക്രൈസിസ് സോൾവ് ചെയ്യാനായിട്ട് കുറെ വട്ടം അറ്റംപ്റ്റുകളൊക്കെ നടത്തി. ഹി ഇനീഷ്യേറ്റ് ഡയലോഗ് വിത്ത് ദ മോഡറേറ്റ് ഇൻ ദ അകാൽദൾ. അതായത് അകാൽദളിന്റെ ആയിട്ട് അദ്ദേഹം ഒരു സംഭാഷണം, അതായത് ചർച്ചയ്ക്ക് തന്നെ തയ്യാറാവുക. അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് ഇനീഷ്യേറ്റ് എടുക്കുകയാണ് ചെയ്തത്. On 24th July 1985, Rajiv Gandhi and Agal President Harchand Singh Longowal signed a historic Punjab Accord. This is also known as Rajiv Gandhi Longowal Accord. അങ്ങനെ ഈ 1985 രാജീവ് ഗാന്ധിയും അകാലിദൾ പ്രസിഡന്റ് ആയത് ലോങ്ങവാളും കൂടിയിട്ട് ഒരു ഹിസ്റ്റോറിക് അക്കോർഡിൽ അവര് ഒപ്പുവെക്കാനുണ്ടായത്. ഈ അക്കോർഡിനെ പറയുന്ന പേരാണ് ഏത്? രാജീവ് ഗാന്ധി ലോങ്ങോവാൾ അക്കോർഡ്. ഒരു ലയന കരാറിൽ അവര് ഒപ്പുവെക്കുകയാണ് ചെയ്തത് സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഒരു ഉടമ്പടി അവര് കൊണ്ടുവന്നു. ഈ അക്കോർഡില് നമുക്ക് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. എന്തായിരുന്നു രാജീവ് ഗാന്ധി ലോങ്ങോവാൾ അക്കോർഡ് എന്തായിരുന്നു എന്ന് നോക്കാം. ചണ്ഡീഗഡ് would be transferred to the Punjab. A separate commission would be constituted to solve the border dispute between Punjab and Haryana. A tribunal would be set up to decide the sharing of Ravi Beach River water among Punjab, Haryana and Rajasthan. ചണ്ഡീഗഡ് ആർക്ക് നൽകും? പഞ്ചാബിന് കൈമാറും. അതുപോലെ തന്നെ പഞ്ചാബും ഹരിയാനയും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഒരു കമ്മീഷനെ നിയമിക്കും. അതുപോലെ തന്നെ രാജസ്ഥാനും പഞ്ചാബും ഹരിയാനയും എന്നീ സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു രവി ബീച്ച് റിവർ, അതായത് ഈ നദീജലം എടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഒരു ട്രൈബൽ വുഡിനെ ട്രൈബൽ യൂണിയനിൽ സ്ഥാപിക്കും എന്നാണ് അവര് പറയുന്നത്. ഈ കണ്ടീഷൻ പ്രകാരം എന്താണ് ചാണ്ഡീഗഡ് നമ്മൾ പറഞ്ഞു പഞ്ചാബിന്റെ ഹരിയാനയുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് ബോത്ത് ക്യാപിറ്റൽ ആയിട്ടാണ് ഇത് ചാണ്ഡീഗഡ് ആക്കി. അത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? പഞ്ചാബിന് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ എന്താണ് പഞ്ചാബും ഹരിയാനയും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ നിയമിക്കും. ഈ രവി ബീച്ച് റിവറിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളായിരുന്നു ഇതിൽ നിന്നും നദീജലം ഇതാക്കിയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഈ സംബന്ധിച്ച് തീരുമാനം എടുക്കാനായിട്ട് ഒരു ട്രൈബലിനെ നിയമിക്കും എന്നാണ് പറയുന്നത് ഈ അക്കോർഡില്. പിന്നെ അവര് പറയുന്നത് treatment and compensation to the affected people in violence. Armed Force Special Power Act in Punjab would be withdrawn. അതായത് ഇതിലുണ്ടായ വയലൻസില് പിന്നെ കുറെ പേർക്ക് മറ്റേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല, അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റും നഷ്ടപരിഹാരമൊക്കെ നൽകും. അതുപോലെ തന്നെ ആർമഡ് ഫോഴ്സിനെ പഞ്ചാബിൽ നിന്നും പിൻവലിക്കാനായിട്ട് ഉള്ള നിയമം കൊണ്ടുവരും. ഇതൊക്കെയായിരുന്നു എന്ത് ഈ അക്കോർഡില് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങള്. ഒരു 4 കാര്യങ്ങളാണ് ഇതില് ഈ അക്കോർഡില് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം ഞാൻ ഡിവൈഡ് ചെയ്ത് വന്നപ്പോ നമ്മളില് 5 എണ്ണമായി. അങ്ങനെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇത് ഈ ദ കണ്ടീഷൻ ഓഫ് ഈ അക്കോർഡില് പറയണത്. നെക്സ്റ്റ് പറയണത് ബ്രിങ് ഐദർ പീസ് ഓർ സേഫ്റ്റി ഇൻ ദ സ്റ്റേറ്റ്. ഈ കരാർ സമയത്ത് എന്താണ് സമാധാനമോ സുരക്ഷിതയോ ഒന്നും പഞ്ചാബില് ഉണ്ടായിരുന്നില്ല, കൊണ്ടുവന്നിരുന്നില്ല. വയലൻസ് ആൻഡ് ടെററിസം കണ്ടിന്യൂഡ് ഫോർ ഡീക്കേഡ് ആൻഡ് ടുക്ക് ദ ലീവ് ഓഫ് മെനി. അതായത് അക്രമങ്ങളും ഭീകര പ്രവർത്തനങ്ങളൊക്കെ പതിറ്റാണ്ടുകളോളം ഇങ്ങനെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നത്. കുറെ ആൾക്കാരുടെ ഒക്കെ ജീവനൊക്കെ ഇതാക്കാനായിട്ട് ഉണ്ടാവുകയാണ് ഉണ്ടായത്. Within 1 month after signing the accord, Longowal was shot dead. ഈ നമ്മൾ ലോങ്ങോവാൾ അക്കോർഡ് സൈൻ ചെയ്തെന്ന് പറഞ്ഞില്ല, അത് സൈൻ ചെയ്ത് 1 മാസം ആയപ്പോഴേക്കും ലോങ്ങോവാളിനെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത് തീവ്രവാദികൾ. To impose president rule in the state and suspend the normal electoral procedure. അതായത് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇങ്ങനെ വീണ്ടും അവിടെ അതിക്രമങ്ങളൊക്കെ ഉണ്ടായപ്പോ അവിടെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താനും സാധാരണ രീതിയിലുള്ള ഇലക്ട്രൽ പ്രൊസീജിയർ ഒക്കെ നിർത്തിവെക്കാനും കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധിതയാവുകയാണ് ഉണ്ടായത്.
ഇറ്റ് വാസ് നോട്ട് ഈസി ടു റീസ്റ്റോർ പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് സസ്പിഷൻ ആൻഡ് വയലൻസ്. അതായത് ഈ ഇങ്ങനെ വയലൻസും ഇതൊക്കെ നടക്കുമ്പോൾ ഒരു സാധാരണ ആ രീതിയിൽ ഒരു എന്താണ് തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രൊസീജിയർ ഒക്കെ നിർത്തിവെച്ചു. മിലിറ്റൻസ് ഇൻ പഞ്ചാബ് വാസ് ഇവൻച്വലി ഇറാഡിക്കേറ്റഡ് ബൈ ദ സെക്യൂരിറ്റി ഫോഴ്സ്. അതായത് പഞ്ചാബില് ഈ തീവ്രവാദത്തെ എന്താണ് ഉന്മൂലനം ചെയ്യാനായിട്ട് സുരക്ഷാ സൈന്യത്തിന് തന്നെ കഴിഞ്ഞു. അതായത് ഈ പഞ്ചാബിലെ ഈ മിലിറ്റന്റ് തീവ്രവാദ പ്രക്രിയ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ സുരക്ഷാ സൈനികർക്ക് കഴിഞ്ഞു. ബട്ട് ഇറ്റ് ഇൻകേർഡ് ഇനോർമസ് ലോസ് ടു ദ പീപ്പിൾ ഓഫ് പഞ്ചാബ്. നമ്മൾ പറഞ്ഞു പഞ്ചാബിലെ അവിടെ നിന്നും തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലും അവിടുത്തെ അതിക്രമങ്ങളിൽ പഞ്ചാബുകളിലെ ജനങ്ങൾക്ക് വരുത്തി വെച്ച നഷ്ടം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ബോത്ത് ദ ഹിന്ദുസ് ആൻഡ് സിഖ് വേർ ദ വിക്ടിംസ് ഓഫ് ടെററിസം ആൻഡ് മിലിറ്റൻസി. ഹിന്ദുസും സിഖും ഒരുപോലെ തന്നെ ഈ ടെററിസത്തിനും തീവ്രവാദത്തിനും ഒക്കെ ഇരകളാവേണ്ടി അല്ലെങ്കിൽ അവർക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. When Punjab became free from terrorism by the middle 1990s, the militants had already taken the lives of about 12,000 people. അതായത് ഒരു 1993 ഒക്കെ ആയപ്പോഴേക്കും തീവ്രവാദി പിടിയിൽ നിന്നും പഞ്ചാബ് മോചിതയായപ്പോ 12,000 പീപ്പിൾസ് ജനങ്ങള് ഭീകരന്മാരെ വധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ കണക്ക് പ്രകാരം ഇത്രയും ജനങ്ങളെ ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഒരു 1990 മിഡിൽ ആയപ്പോഴേക്കും ഇത്രയും ജനങ്ങളെ തീവ്രവാദികള് വധിച്ചിരുന്നു. The first normal election was held in Punjab in 1997. ഈ നമ്മൾ പറഞ്ഞു അവിടുത്തെ തീവ്രവാദത്തിനൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നടന്ന ഫസ്റ്റ് ഇലക്ഷൻ എന്നാണ് നോർമൽ ഇലക്ഷൻ നടന്നത് പഞ്ചാബിൽ 1997 അവിടെ നോർമൽ ഇലക്ഷൻ നടന്നത്. ഇൻ ദിസ് ഇലക്ഷൻ ദ അകാൽദൾ ആൻഡ് BJP അലയൻസ് സെക്യൂർഡ് എ മേജർ വിക്ടറി. അങ്ങനെ എന്താ ഈ അകാൽദൾ ഗ്രൂപ്പും BJP സഖ്യവും ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിച്ചു. Once again, the state became preoccupied with the issue of economic development and social change. അങ്ങനെ സംസ്ഥാനം എന്താണ് ഒരിക്കൽ കൂടി സാമ്പത്തിക വികസനം സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റും സോഷ്യൽ ചേഞ്ചിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇതാക്കാനായിട്ട് അതിലൊരു എന്താ പറയാ വ്യാപൃത എന്നൊക്കെ പറയില്ല. അത് ഇതിലൊക്കെ ഡെവലപ്മെന്റ് ഒക്കെ സാമൂഹികമായിട്ടും എക്കണോമിക്കലായിട്ടൊക്കെ ഡെവലപ്മെന്റിന് അവർ വീണ്ടും ശ്രദ്ധ കൊടുത്തു. ആണ് ഇത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. എന്തായിരുന്നു നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. അടുത്ത എങ്ങനെയാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. 1980s regional aspiration of Northeast reached a turning point. The Northeast consists of 7 states which are referred as 7 sisters. 1980s നോർത്ത് ഇന്ത്യന്റെ എന്താണ് ഒരു റീജിയണൽ ആസ്പിറേഷൻ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഏത് 1980s നോർത്ത് ഈസ്റ്റിൽ ഉണ്ടായത്. നോർത്ത് ഈസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 7 സ്റ്റേറ്റ് വിച്ച് ആർ റെഫേർഡ് 7 സിസ്റ്റേഴ്സ്. നോർത്ത് ഈസ്റ്റിൽ ഉണ്ടായതാണ് ഏത് 7 രാജ്യങ്ങളായിരുന്നു സംസ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ വിളിച്ചിരുന്ന പേരാണ് ഇത് 7 സിസ്റ്റേഴ്സ് എന്നത്. ഈ 7 സിസ്റ്റേഴ്സ് നമുക്ക് ആരാന്ന് നോക്കാം. അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ, ത്രിപുര, ആസാം, മേഘാലയ, നാഗാലാൻഡ് ഇവരാണ് ആര് ഈ 7 സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ് അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ, ത്രിപുര, ആസാം, മേഘാലയ, നാഗാലാൻഡ്. നമ്മുടെ ഇന്ത്യയുടെ മാപ്പിന്റെ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കണില്ലേ, അതാണ് ഏത് ഈ 7 സിസ്റ്റേഴ്സ് എന്ന് പറയണത്. നോർത്ത് ഈസ്റ്റ് റീജിയൻ വിറ്റ്നസ് എ ലോട്ട് ഓഫ് ചേഞ്ച്. ഇൻഡിപെൻഡൻസ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താ നോർത്ത് ഈസ്റ്റ് റീജിയനിൽ വളരെയധികം ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ത്രിപുര, മണിപ്പൂർ, കാശി ഹിൽസ് ഓഫ് മേഘാലയ വേർ പ്രിൻസിലി സ്റ്റേറ്റ്. ത്രിപുരയും മണിപ്പൂറും കാശി ഹിൽസ് മേഘാലയയിലെ കാശി ഹിൽസ് ഒക്കെ എന്തായിരുന്നു പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു. അവിടെ അതായത് നാട്ടുരാജ്യങ്ങളായിരുന്നു ഈ ത്രിപുരയും മണിപ്പൂരും കാശി ഹിൽസും മേഘാലയയിലെ കാശി ഹിൽസ് ഒക്കെ. ബട്ട് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് ദേ വേർ മെർജ്ഡ് വിത്ത് ദ ഇന്ത്യ. ഇൻഡിപെൻഡൻസ് ശേഷം എന്താണ് അവര് ഇന്ത്യയിലേക്ക് ചേരുകയാണ് ഉണ്ടായത്. നാഗാലാൻഡ് എന്ന സംസ്ഥാനം രൂപീകരിച്ചു.
1972, the state of Meghalaya, Manipur and Tripura came to existence. 1972 ആയപ്പോഴേക്ക് മേഘാലയയും മണിപ്പൂരും ത്രിപുരയും നിലവിൽ വന്നു. 1987, അരുണാചൽ പ്രദേശ് ആൻഡ് മിസോറാം became a separate state. 1987 ആയപ്പോൾ അരുണാചൽ പ്രദേശും മിസോറാമും പ്രത്യേക സംസ്ഥാനങ്ങളായിട്ട് തീർന്നു. ഇനി നമ്മൾ പറഞ്ഞു ഈ വടക്ക് കിഴക്ക് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സ്റ്റേറ്റുകളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇന്ത്യയിൽ എന്താണ് ഈ ഇതൊക്കെ ഉണ്ടായപ്പോ എന്താണ് അവിടെ കുറെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ 3 പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും ഈ വടക്ക് കിഴക്ക് അതായത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഈ 3 പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാം. പ്രശ്നങ്ങള് ഫസ്റ്റത്തെ പറഞ്ഞതാണ് ഡിമാൻഡ് ഫോർ ഓട്ടോണമി, സെഷനിസ്റ്റ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ഔട്ട്സൈഡർ, അതായത് സ്വയം ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിരുന്നു. മറ്റേത് എന്താണ് സെഷനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വിഘടനവാദ പ്രസ്ഥാനങ്ങള്, മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ഔട്ട്സൈഡർ പുറത്ത്, അതായത് അന്യർക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഔട്ട്സൈഡർ പുറത്ത് ആൾക്കാർക്കെതിരെ നടത്തിയിരുന്ന മൂവ്മെന്റ്സ്, അതിനൊക്കെയായിരുന്നു അവര് 3 മേജർ ഇഷ്യൂസ് ആയിട്ട് പറയുന്നതാണ് ഏത് ഡിമാൻഡ് ഫോർ ഓട്ടോണമി, സെഷനിസ്റ്റ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ഔട്ട്സൈഡർ. ഇതിൽ ഓരോന്നും നമുക്ക് വിശദമായിട്ട് എന്താണെന്ന് ഈ 3 ഇഷ്യൂസ് എന്ന് നമുക്ക് നോക്കാം. എന്തായിരുന്നു അവരുടെ ഡിമാൻഡ് ഫോർ ഓട്ടോണമി, അതിലെ ആ ഇഷ്യൂല് എന്താണെന്ന് നമുക്ക് പറയുന്നത് നോക്കാം. At the time of independence, the entire region except Manipur and Tripura comprised the state of Assam. അതായത് സ്വാതന്ത്ര്യ സമയത്ത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ മണിപ്പൂരും ത്രിപുരയും ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളും ആരുടെ ഇതിലായിരുന്നു? ആസാമിന്റെ ആസാം സംസ്ഥാനത്തിൽ പെട്ടതായിരുന്നു. ത്രിപുരയും മണിപ്പൂരും ഒഴികെ ബാക്കി എല്ലാതും ആസാം സംസ്ഥാനത്തില് പെട്ടവയായിരുന്നു. There were several linguistic group in Assam. ഈ ആസാം ഭാഷ വിവിധ ഭാഷ സംസാരിക്കുന്ന വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആസാമില്. The non-Assamese felt that the Assam government was imposing Assamese language on them. അതായത് നോ ആസാമീസ് ഉള്ള ആൾക്കാര് അവരെന്ത് ചിന്തിച്ചു? ഈ ആസാം ഗവൺമെന്റ് അവരെ മേലെ ഈ ആസാമി ലാംഗ്വേജ് ഇമ്പോസ് ചെയ്യുകയാണ്, അവരെ അടിച്ചേൽപ്പിക്കുകയാണെന്ന് അവര് ചിന്തിച്ചു. സോ ദേ ബിഗാൻ ടു ഡിമാൻഡ് പൊളിറ്റിക്കൽ ഓട്ടോണമി. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് ഒരു പൊളിറ്റിക്കൽ ഓട്ടോണമി വേണമെന്ന് അവര് ആവശ്യപ്പെട്ടു. അതായത് ഈ ആസാമി ഭാഷ അല്ലാത്തവര് അവർക്ക് ഒരു പൊളിറ്റിക്കൽ ഓട്ടോണമി വേണമെന്ന് അവര് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. The leaders of major tribal communities wanted to separate themselves from Assam. They formed an organization called Eastern Indian Tribal Union. അതായത് പ്രധാന ഗോത്രവർഗ സമുദായത്തിലെ നേതാക്കന്മാരായിരുന്ന അതായത് അവരും ആസാമിൽ നിന്ന് വേർപെടാനായിട്ടാണ് ആഗ്രഹിച്ചത്. ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസും ആസാമിൽ നിന്നും വേർപെടാനായിട്ട് ആഗ്രഹിച്ചു. അവര് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തു. അതിനെ പറയുന്ന പേരാണ് ഇത് ഈസ്റ്റേൺ ഇന്ത്യ ട്രൈബൽ യൂണിയൻ എന്നൊരു ഓർഗനൈസേഷനും ഫോം ചെയ്തു. ഈ ട്രൈബൽസ് ഫോം ചെയ്തു. In 1960s, it was transformed into a broad organization called All Parties Hill Leaders Conference. അതായത് 1960s ആയപ്പോഴേക്കും ഈസ്റ്റേൺ ഇന്ത്യ ട്രൈബൽ യൂണിയനിൽ അതൊന്നും കൂടി വിപുലീകരിച്ച് അല്ലെങ്കിൽ ഒന്നും കൂടി വിശാലപ്പെടുത്തിയിട്ട് എന്താക്കി അതിനെ ഓൾ പാർട്ടീസ് ഹിൽ ലീഡേഴ്സ് കോൺഫറൻസ് എന്നാക്കി ഈ സംഘടനയെ അവര് മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത്. The demanded a tribal state to be carved out from the Assam. ഈ ഗോത്ര സംസ്ഥാനം ആസാമിൽ നിന്ന് വേർപെടണമെന്ന് വീണ്ടും അവര് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. Several states were carved out of Assam. ഒടുവിൽ എന്ത് ചെയ്തു? ഒരു സംസ്ഥാനത്തിന് പകരം അനേക സംസ്ഥാനങ്ങള് ആസാമിൽ നിന്ന് അവര് അടർത്തി മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ there are നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, അരുണാചൽ പ്രദേശ് ഇതൊക്കെ എന്ത് ചെയ്തു? പ്രത്യേക സംസ്ഥാനങ്ങളായിട്ട് മാറി. നാഗാലാൻഡ് ആയത് 1963, മേഘാലയ 1972, മിസോറാം ആൻഡ് അരുണാചൽ പ്രദേശ് 1986 ഇത് പ്രത്യേക സംസ്ഥാനങ്ങളായിട്ട് നിലവിൽ വന്നു. 1972 ത്രിപുര ആൻഡ് മണിപ്പൂർ വേർ അപ്ഗ്രേഡ് ഇൻ ടു സ്റ്റേറ്റ്. 1972 ആയപ്പോ എന്താണ് ഈ മണിപ്പൂറും ത്രിപുരയും പ്രദേശങ്ങളൊക്കെ സംസ്ഥാനങ്ങളായിട്ട് ഉയർത്തുകയും ചെയ്തു, അപ്ഗ്രേഡ് ചെയ്യുകയാണ്
ഉണ്ടായത്. അങ്ങനെയാണ് ഈ സ്റ്റേറ്റുകളൊക്കെ നിലവിൽ വന്നത്. ആസാമിൽ നിന്നും വേർപെട്ടുകൊണ്ടാണ് ഏത് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, അരുണാചൽ പ്രദേശ്, ത്രിപുര, മണിപ്പൂര് എന്നീ സ്റ്റേറ്റുകളൊക്കെ ഉണ്ടായത്. ഇവരാണ് ഏത് 7 സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നതും. The organization of Northeast was completed by 1972, but it was not the end of demand for autonomy. In Assam, the communities like Bodos, Karbis, and Dismas wanted to separate state. അതായത് നമ്മൾ പറഞ്ഞു നോർത്ത് ഈസ്റ്റ് ഇതിൽ എന്താണ് അവരെ പുനഃസംഘടനയൊക്കെ പൂർത്തിയായി. അതായത് നമ്മൾ പറഞ്ഞു ആസാമിൽ നിന്നും വേർതിരിച്ചിട്ട് ഈ 7 സിസ്റ്റർ നമ്മൾ അരുണാചൽ പ്രദേശ്, മിസോറാം ഇതൊക്കെ രൂപീകരിച്ചിരുന്നെങ്കിലും വീണ്ടും അവർക്ക് സ്വയംഭരണം അവർ വീണ്ടും ഡിമാൻഡ് ചെയ്തത് അവർക്ക് ഒരു സ്വയംഭരണം വേണമെന്ന് അവര് അത് അവരുടെ ആവശ്യം വീണ്ടും അവർ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് വീണ്ടും സ്വയംഭരണം വേണമെന്ന് അവര് കൊണ്ടുവന്നു. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയേണ്ടതാണ് എന്ത് ആസാമിലെ ബോഡോകള്, കർബീസ്, ദിമസകള്, അതായത് അതൊക്കെ ഒരു സമുദായങ്ങളാണ്. ഇതൊക്കെ ഇവരൊക്കെ പ്രത്യേകമായിട്ടൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന് അവർ വീണ്ടും ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ആസാമിൽ നിന്ന് വീണ്ടും അവരെന്ത് വേറെ സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന് ഇവര് ആവശ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോ എന്തുണ്ടായേ constitution were used to satisfy their demand without separating them from Assam. Karbis and Dismas were given autonomy in the district counseling. Recently, Bodos were also granted autonomous counseling. അങ്ങനെ വന്നപ്പോ ആസാമിൽ നിന്ന് ഇവരെ വേർപെടുത്താതെ തന്നെ അല്ലെങ്കിൽ അതായത് സെപ്പറേറ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കാതെ തന്നെ ഒരു ഫെഡറൽ സംവിധാനത്തിലൂടെ ഇവർക്ക് എന്താണ് ഓരോ വ്യവസ്ഥകള് ഉപയോഗപ്പെടുത്തേണ്ടി വന്നു. അതായത് ആസാമിൽ നിന്ന് ഇവരെ വേർതിരിച്ച് സെപ്പറേറ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കാണ്ട് ഒരു ഫെഡറൽ സംവിധാനത്തിലൂടെ ഇവർക്ക് ഒരു കുറച്ച് വ്യവസ്ഥകളൊക്കെ കൊണ്ടുവന്നു. അതായത് കർബീസും ദിമസകൾക്കൊക്കെ എന്തു ചെയ്തു ഒരു ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു സ്വയംഭരണം കൊടുത്തു. അവർക്ക് ഒരു ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു ഓട്ടോണമി നൽകി. അതുപോലെ തന്നെ ബോഡോസിന് എന്തു ചെയ്തു സ്വയംഭരണാധികാര ഒരു കൗൺസിലിംഗ് അനുവദിക്കുകയും ചെയ്തു. അവരെ ആസാമിൽ നിന്ന് വേർപെടുത്താണ്ട് അവരെ ഒരു പ്രത്യേക അവർക്കൊരു ഓട്ടോണമി നൽകിക്കൊണ്ട് അവരെ അവിടെ തന്നെ നിർത്തുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? ഇതാണ് ഏത് ഡിമാൻഡ് ഫോർ ഓട്ടോണമി. അവർക്ക് ഓട്ടോണമിക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂകളാണ് പറഞ്ഞത്. വരെ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ആണ് ഏത് സെഷനിസ്റ്റ് മൂവ്മെന്റ്. It was difficult for the central government to respond to the demand for autonomy. The government could solve this problem by making use of various provisions in the constitution which are meant for the accommodation of diversity, but government was in difficulty when certain section demanded separated. അതായത് സ്വയംഭരണാധികാരത്തിന്റെ ആവശ്യങ്ങളൊക്കെ എന്താണ് കൈകാര്യം ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അത്ര പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അത്ര ഡിഫിക്കൽട്ടി ഒന്നും തോന്നിയില്ല. സ്വയംഭരണാധികാരം വേണമെന്ന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അത്ര ഡിഫിക്കൽട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അവരത് ഡൈവേഴ്സിറ്റി ഒക്കെ ഉൾക്കൊള്ളാനായിട്ട് ഇന്ത്യൻ ഭരണഘടന വിവിധ വ്യവസ്ഥകളൊക്കെ ഉപയോഗിച്ചിട്ട് ഗവൺമെന്റ് അത് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു. ഡൈവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഭാഷയും അതൊക്കെ വിചാരിച്ചിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നത്. അതൊക്കെ എന്താണ് അതിനൊക്കെ ഉൾക്കൊള്ളുന്നതായിട്ട് ഇന്ത്യൻ ഭരണഘടന ഓരോ വ്യവസ്ഥകളൊക്കെ ഉപയോഗിച്ചിട്ട് അത് പരിഹരിക്കുകയാണ് ചെയ്തത്. പിന്നെ but government was in difficulty when certain section demanded separate state. വീണ്ടും എന്താണ് ഒരു സെക്ഷൻ പീപ്പിൾ വീണ്ടും ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗവൺമെന്റ് അത് ഇത്തിരി എന്താണ് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു ഇത്തിരി ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നി. വീണ്ടും ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ അതവിടെ ഗവൺമെന്റ് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായി. Faced this problem at least in 2 states of Northeast, മിസോറാം ആൻഡ് നാഗാലാൻഡ്. അതായത് വടക്ക് കിഴക്കൻ മേഖലയിലെ നാഗാലാൻഡിലും മിസോറാമിലായിരുന്നു ഈ സെഷനിസ്റ്റ് മൂവ്മെന്റ് കൂടുതലായിട്ട് നേരിടേണ്ടി വന്നത്. എന്തൊക്കെ സെഷനിസ്റ്റ് മൂവ്മെന്റ് ആണ് മിസോറാമിലും നാഗാലാൻഡിലും ഉണ്ടായതെന്ന് നോക്കാം. മിസോറാമിൽ ഉണ്ടായത് a place where secessionist movement became strong was the Mizo Hills in Mizoram. After independence, the Mizo Hills areas was made an autonomous district within Assam.
Some Misos believed that they were never a part of British India and therefore did not belong to the Indian Union. അതായത് ഈ സെഷനിസ്റ്റ് മൂവ്മെന്റുകൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? മിസോറാമിലെ മിസോ ഹിൽസിലാണ് ഈ സെഷനിസ്റ്റ് മൂവ്മെന്റ് വളരെയധികം ശക്തി ആർജിച്ചത്. ഇൻഡിപെൻഡൻസിന് ശേഷം ഈ മിസോ ഹിൽസ് എന്താണ് അവര് ഈ പ്രദേശം ആസാമിൽ നിന്നൊരു സ്വയം ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ജില്ലയായി മാറ്റുകയാണ് ഉണ്ടാക്കിയത്. ആസാമിൽ നിന്നും ഈ മിസോ ഹിൽസ് ഒരു ഇൻഡിപെൻഡന്റ് ഒരു ഒരു ഓട്ടോണമസ് ഒരു സംസ്ഥാനമാക്കി അവര് മാറ്റി. അങ്ങനെ വന്നപ്പോ ചില ഇതിലുണ്ടായിരുന്ന ആൾക്കാർ എന്താണ് ചിന്തിച്ചിരുന്നത്, ഈ മിസോ ഹിൽസ് എന്നുള്ള ഏരിയ നമ്മൾ എന്താണ് അവര് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല എന്നാണ് അവിടുത്തെ ചില ആൾക്കാരുടെ മിസോസിന്റെ ചിന്ത അവര് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ വന്നപ്പോ അവർക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരേണ്ട ആവശ്യമില്ല എന്ന് അവര് ചിന്തിച്ചു. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ഈ മിസോ ഹിൽസ് അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഇതിലല്ലായിരുന്നു ഈ മിസോസ് ഹിൽസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരേണ്ട ആവശ്യമില്ല എന്ന് അവര് അങ്ങനെ വിശ്വസിച്ച് ഇരിക്കുകയായിരുന്നു. സെഷനിസ്റ്റ് ഫീലിംഗ് among the Misos strengthened by the two incident. ഈ മിസോസിന്റെ ഇടയിൽ സെഷനിസ്റ്റ് ഫീലിംഗ് കൂടുതൽ സ്ട്രെങ്തൻ ആവാനായിട്ട് ഉണ്ടായ രണ്ട് കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാരണം പറയുന്നത് 1959 ഫാമിൻ ബ്രോക്ക് ഔട്ട് ദ മിസോ ഹിൽസ്. മിസോ ഹിൽസിലെ എന്താണ് ഫാമിൻ, അവിടെ ഫാമിൻ ബ്രോക്ക് ഔട്ട് ആയി. ആസാം ഗവൺമെന്റ് ഫെയിൽ ടു ടേക്ക് adequate measure to face this famine. ഈ ഫാമിനെ ഈ ഗവൺമെന്റിന് അതൊരു adequate ആയിട്ടുള്ള ഇതിന് ഫേസ് ചെയ്യാനായിട്ട് അവിടെ എന്താണ് ഗവൺമെന്റിന് അവിടെ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ സെക്ഷനിസ്റ്റ് മൂവ്മെന്റ് അവിടെ കൂടുതലായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഒരു കാരണമായി. In 1961 the Assam government made a law making Assamese as the official language of the state. അതായത് 1961 ആയപ്പോ ആസാമീസിന്റെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിയമം ഗവൺമെന്റ് കൊണ്ടുവന്നു. ആസാമീസിനെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് ആസാമീസ് എന്ന് പറഞ്ഞ ഒരു ഭാഷയാണ് കേട്ടോ, അവരുടെ ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജിനെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ആസാം ഗവൺമെന്റ് കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോ ബോത്ത് ദിസ് ഇൻസിഡന്റ് ക്രിയേറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ അമംഗ് ദ മിസോസ്. അങ്ങനെ ഈ രണ്ട് ഇൻസിഡന്റ് അവരുടെ ഇടയിൽ സെക്ഷനിസ്റ്റ് ഫീലിംഗ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാരണമായി മാറി. The Misos anger led to the formation of Misos National Front under the leadership of Lal Denga. In 1966, Miso National Front declared independence from India, started armed rebellion. Thus began a 2-decade-long battle between the Miso rebels and the Indian army. The MNF fought guerrilla war against Indian army. അങ്ങനെ ഈ രണ്ട് നമ്മൾ പറഞ്ഞു എന്താണ് ഈ സംഭവം, ഈ രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ എന്താണ് അവിടെ സ്ട്രെങ്തൻ ആവാനായിട്ട് കാരണങ്ങളായി. അങ്ങനെ ഈ മിസോസ് എന്താണ് അവർക്ക് വളരെ ദേഷ്യം വന്നപ്പോ ലാൽ ഡങ്കയുടെ നേതൃത്വത്തില് അവരെന്ത് ചെയ്തു? ഒരു മിസോ നാഷണൽ ഫ്രണ്ട് എന്നൊരു സംഘടന അല്ലെങ്കിൽ ഒരു ഫോർമേഷൻ അവർ രൂപീകരിച്ചു. ഇവരും എന്ത് ചെയ്തു? 1966 മിസോ നാഷണൽ ഫ്രണ്ട് എന്ത് ചെയ്തു? അവർക്കും ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സായുധ കലാപം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ 2 ഡിക്കേഡോളം ഈ മിസോ റിബൽസും ഇന്ത്യൻ ആർമിയും തമ്മിൽ യുദ്ധമുണ്ടായി എന്നാണ് പറയുന്നത്. ഈ MNF എന്താണ്? ഗൊറില്ല വാറായിരുന്നു. ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ഏതായിരുന്നു? ഗറില്ല യുദ്ധമുറയായിരുന്നു അവര് നടത്തിയിരുന്നത്. ഇദ്ദേഹമാണ് ലാൽ ഡങ്കയുടെ ചിത്രമാണ് ഈ സൈഡിൽ കൊടുത്തേക്കണത്. The 2 decades long battle made great loss of both sides. രണ്ട് സൈഡിലും ഇത്രയും രണ്ട് പതിറ്റാണ്ടോളം നീണ്ടു നിന്ന യുദ്ധമായപ്പോ എന്താണ് രണ്ട് സൈഡിലും വളരെയധികം ലോസ് ഒക്കെ ഉണ്ടായി. This instigated the political leadership of both sides to think with more maturity and find a solution for the problem. ഇങ്ങനെയൊക്കെ ങ്ങളൊക്കെ ഉണ്ടായപ്പോ രണ്ട് ഭാഗത്തു നിന്നും എന്താണ് അതിനൊരു സൊല്യൂഷൻ വേണം. മെച്ചുവേർഡ് ആയിട്ട് അവർ ചിന്തിച്ചു. എന്താ രണ്ട് പൊളിറ്റിക്കൽ ലീഡർമാരും എന്ത് ചെയ്തു? അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് അവര് ചിന്തിച്ചു.
Lal Danga returned from the Pakistan where he was exiled and started negotiation with the Indian government. അതായത് ഈ പാകിസ്ഥാനിൽ ജീവിതം ഉപേക്ഷിച്ച് ലാൽ ഡങ്ക ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ഒരു ചർച്ച, അതായത് ഇതിൽ നിന്നുള്ള ഈ അതിക്രമം, അതായത് ഇവർ തമ്മിൽ വാറ് നിർത്താനായിട്ടുള്ള ഒരു ചർച്ച ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ആരംഭിച്ചു. It was Rajiv Gandhi who initiated the negotiation and brought into a positive conclusion. അങ്ങനെ രാജീവ് ഗാന്ധി തന്നെയാണ് ഈ ചർച്ചകള് ഒക്കെ ചെയ്ത് അതിനൊരു പരിഹാരം കൊണ്ടെത്തിച്ചതും ആരാണ്? രാജീവ് ഗാന്ധിയാണ് ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം കണ്ടത്. In 1986, a peace treaty was signed between Rajiv Gandhi and Lal Danga. അങ്ങനെ രാജീവ് ഗാന്ധി പ്രശ്നം പരിഹരിച്ചപ്പോൾ 1986 എന്താണ് രാജീവ് ഗാന്ധിയും ലാൽ ഡങ്ങയും തമ്മിൽ ഒരു ട്രീറ്റിയിൽ സൈൻ ചെയ്തു. A per agreement, Mizoram was given statehood within a special powers. അതായത് അവർക്കൊരു പൂർണ്ണ സംസ്ഥാന പദവി അനുവദിച്ചുകൊണ്ട് എന്താണ് അവർക്കൊരു അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ പവേഴ്സ് കൊടുത്തുകൊണ്ടുള്ള അഗ്രിമെന്റ് ആയിരുന്നു ഇത്. ദ MNF agreed to give up with the secessionist movement. അങ്ങനെ ഇതെന്താണ് അവര് കരാറ് ഇത് ഈ ഉടമ്പടിയിൽ എന്താണ് അവരതിനെ അഗ്രി ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ ആ പ്രശ്നം സോൾവ് ആവുകയാണ് ഉണ്ടായത്. ഇന്ത്യയും ഇവരും തമ്മിലുള്ള യുദ്ധം അവിടെ അവസാനിച്ചു. Accordingly, Lal Danga was sworn in as the Chief Minister of Mizoram. അങ്ങനെ ലാൽ ഡങ്കനെ ചീഫ് മിനിസ്റ്റർ, മിസോറാമിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അവിടെ സത്യപ്രതിജ്ഞ ചെയ്തു. ദിസ് അഗ്രിമെന്റ് വാസ് ടേണിംഗ് പോയിന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മിസോറാം. മിസോറാമിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ അഗ്രിമെന്റ്. രാജീവ് ഗാന്ധി നമ്മുടെ ലാൽ ഡങ്കി നടത്തിയ ഒരു അഗ്രിമെന്റ് മിസോറാമിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. Now, Mizoram is one of the most peaceful place in the Northeast region. Northeast region ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ലാസ്റ്റ് ആയപ്പോ എന്താണ് ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഏത്? നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയുന്നത്. നമ്മൾ മിസോറാം പറഞ്ഞു. നെക്സ്റ്റ് ആണ് ഏത്? നാഗാലാൻഡ്. നാഗാലാൻഡിൽ എന്തെല്ലാം ഇഷ്യൂസ് ആണ് ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. The Nagas were the inhabitants of the Naga Hills in the northeast frontier. അതായത് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ഒരു താമസിച്ചിരുന്ന നാഗ ഹിൽസിൽ താമസിച്ചിരുന്ന ആര്? ഈ നാഗാസ് എന്ന് പറയുന്ന അവര്. After independence, Government of India include the region of Nagas in the Assam state. A section of Nagas opposed to strongly. അതായത് ഇൻഡിപെൻഡൻസ് ശേഷം ഇന്ത്യ എന്ത് ചെയ്തു? ഈ നാഗ സ്റ്റേറ്റിനെ ആസാമിനോട് ചേർത്ത് അതിനെ ആസാമിലോട് ഉൾപ്പെടുത്തി. ഇതിൽ ചില ഒരു സെക്ഷൻ ഓഫ് നാഗാസ് എന്ത് ചെയ്തു? ഇതിനെ സ്ട്രോങ്ലി ഓപ്പോസ് ചെയ്യുകയാണ് ഉണ്ടായത്. ആസാം സ്റ്റേറ്റിനെ നാഗാസിനെ ചേർത്തപ്പോ ഒരു സെക്ഷൻ ഓഫ് നാഗാസ് അതിനെ ഓപ്പോസ് ചെയ്തു. They organized under the leadership of Akmi Sabbu Piso and declared the independence from India. In 1951 എന്ത് ചെയ്തു? ഒരു അക്മി സബ്ബോ പിസോ, അതൊരു പേരാട്ടാ. നേതൃത്വത്തില് ഒരു സംഘടന അവർ സംഘടിക്കുകയും അവർക്ക് ഇൻഡിപെൻഡൻസ്, നാഗാസ് അവർക്ക് ഇൻഡിപെൻഡൻസ് വേണമെന്ന് rejected all the promise of the government for the peaceful settlement. അതായത് ഗവൺമെന്റ് കുറെ പീസ്ഫുൾ സെറ്റിൽമെന്റ് ഒക്കെ നടത്താനായിട്ട് ഇവരായിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ എന്താണ് ഗവൺമെന്റ് എല്ലാ പീസ്ഫുൾ സെറ്റിൽമെന്റ് റിജക്ട് ചെയ്യുകയാണ് പിസോ ചെയ്തത്. നാഗ നാഷണൽ കൗൺസിൽ ബിഗൺ ആൻ ആംഡ് സ്ട്രഗിൾ ഫോർ ഗെറ്റിംഗ് സോവർണിറ്റി ഓഫ് നാഗാസ്. അതായത് നാഗന്മാർക്ക് അവർക്ക് ഒരു സോവർണിറ്റി, പരമാധികാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നാഗ നാഷണൽ കൗൺസിലിംഗ് ഒരു സായുധ സമരം ആരംഭിക്കുകയും ചെയ്തു. അവർക്കും ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന് അവര് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കലാപം നടത്തി. After period of violent struggle, a section of Nagas signed an agreement with the government of India. The government agreed to from the state of Naga inside Indian Union. Thus, in 1963, the state of Nagaland came into existence. അങ്ങനെ ഇന്ത്യൻ യൂണിയനിൽ, അതായത് ഈ സ്ട്രഗിൾസ് ഒക്കെ
ഈ ഗവൺമെന്റ് ആയിട്ട് സ്ട്രഗിൾസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് ഗവൺമെന്റ് ആയിട്ട് ഒരു അഗ്രിമെന്റ് ഒക്കെ അവർ സൈൻ ചെയ്യാനാണ് ഉണ്ടായത്. ഈ അഗ്രിമെന്റ് ഇതില് ഗവൺമെന്റ് ഇതിനോട് ചേർന്നുകൊണ്ട് എന്താണ് നാഗാസ് ഇന്ത്യൻ യൂണിയനില് ഇത് ചേരാൻ ഒരു ഇന്ത്യൻ യൂണിയനകത്ത് തന്നെ നാഗന്മാർക്ക് എന്താണ് ഒരു സംസ്ഥാനം രൂപീകരിക്കാനായിട്ട് ഗവൺമെന്റ് സമ്മതിച്ചു. അവരൊരു അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തപ്പോ ഗവൺമെന്റ് എന്ത് ചെയ്തു, അവർക്ക് ഇന്ത്യൻ യൂണിയന്റെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റേറ്റ് അത് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് സമ്മതിച്ചു. അങ്ങനെ 1963 സ്റ്റേറ്റ് ഓഫ് നാഗാലാൻഡ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. 1963 നാഗാലാൻഡ് നിലവിൽ വന്നു. ബട്ട് ദ അഗ്രിമെന്റ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ് with the Naga moderates was not acceptable to the other rebels. പക്ഷെ ഇതൊക്കെ അഗ്രിമെന്റ് പ്രകാരം ഇതൊക്കെ സംസ്ഥാനം നിലവിൽ വന്നെങ്കിലും എന്താണ് ഗവൺമെന്റുമായിട്ട് മിതവാദികളായ നാഗന്മാര് കരാറ് എന്താണ് ഉണ്ടാക്കിയത് അത് കലാപകാരികളായിട്ടുള്ള ആൾക്കാർക്ക് സ്വീകാര്യമായിരുന്നില്ല. അതായത് ഇവര് ഗവൺമെന്റുമായിട്ട് ഒരു കരാറൊക്കെ ഉണ്ടാക്കിയല്ലോ, അതെന്താണ് ഈ അഗ്രിമെന്റ് മറ്റേ റിബൽസ് അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ദേ കണ്ടിന്യൂ ദ ടെററിസ്റ്റ് അറ്റാക്ക് ആൻഡ് ദ ഗറില്ല വാർഫെയർ അഗൈൻസ്റ്റ് ദ ഗവൺമെന്റ്. അവിടെ ഇപ്പോഴും എന്താണ് ഭീകരവാദവും ഭീകരാക്രമണം ഈ പോരാട്ടവും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദ പ്രോബ്ലം ഓഫ് നാഗാലാൻഡ് സ്റ്റിൽ റിമെയിൻ അൺസെറ്റിൽഡ്. അതായത് നാഗാലാൻഡിലെ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. മിസോറാം എന്താണ് ഏറ്റവും ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ മാറി ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് മാറി മിസോറാം. പക്ഷെ നാഗാലാൻഡില് അവര് മറ്റേ അവര് മോഡറേറ്റ്സ് എന്താണ് ഗവൺമെന്റിനെ ഇത് സപ്പോർട്ട് ചെയ്ത് ആക്കിയത് മറ്റേ ആൾക്കാർക്ക് അവർക്ക് അവർക്കൊരു അഗ്രിമെന്റിനോട് സപ്പോർട്ട് ചെയ്യാണ്ട് വീണ്ടും അവര് പറ്റാക്കും ഇതൊക്കെ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതൊരു പ്രോബ്ലം ഉള്ള പ്ലേസ് ആയിട്ടാണ് ഇത് നാഗാലാൻഡിനെ കാണുന്നത്. ഇപ്പൊ 2 ഇഷ്യൂ നമ്മൾ കഴിഞ്ഞു. ഈ മൂന്നാമത്തെ ഇഷ്യൂ പറയുന്നതാണ് ഏത്, മൂവ്മെന്റ് അഗൈൻസ്റ്റ് ഔട്ട്സൈഡർ. ഔട്ട്സൈഡർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താണ് പുറത്തുള്ള ആൾക്കാരല്ലേ. പുറത്തുള്ള ആൾക്കാരാണ് കുടിയേറ്റക്കാര് അല്ലെങ്കിൽ മൈഗ്രേൻസിനെയാണ് ഈ പുറത്തുള്ള ആൾക്കാരായിട്ട് ഇവര് പറയുന്നത്. ദ ലാർജ് സ്കെയിൽ ഓഫ് മൈഗ്രേഷൻ ഇൻ നോർത്ത് ഈസ്റ്റ് ഗേവ് റൈസ് ടു ദ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്രോബ്ലം. അതായത് നോർത്ത് ഈസ്റ്റിലേക്ക് വന്ന ഒരു വൻതോതിലുള്ള കുടിയേറ്റക്കാരുടെ കുടിയേറ്റക്കാർ ഇങ്ങനെ വന്നപ്പോ അവിടെ ഒരു പ്രശ്നത്തിന് കാരണമാകുകയാണ് ഉണ്ടായത്. The local communities considered these people as an outsider or migrants and turned against them. അതായത് അവിടുത്തെ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് കുറെ ആൾക്കാർ കയറി വന്ന് അവരിതായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം ഉണ്ടാവോ? ഇല്ല അല്ലെ. അതായത് അപ്പൊ നമ്മുടെ വീട്ടിലേക്കായാലും നമ്മുടെ രാജ്യത്തേക്കായാലും പെട്ടെന്ന് കുറെ ആൾക്കാർ കയറി വന്ന് അവർ അധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അവിടുത്തെ പ്രാദേശിക ജനങ്ങൾ എന്താണ് ചിന്തിച്ചത്, ഇവരിങ്ങനെ കടന്നു വരുമ്പോ അവര് എന്താണ് അവർക്കെതിരെ തിരിയുകയും അവരുടെ ഇതൊക്കെ പോവും എന്നുള്ളൊരു ചിന്ത അവർക്ക് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഈ വന്ന കുടിയേറ്റക്കാർക്കെതിരെ അവിടുത്തെ ലോക്കൽ അവിടുത്തെ പീപ്പിള് അവർക്കെതിരെ തിരിയുകയാണ് ഉണ്ടായത്. സോ ദ മൈഗ്രേറ്റ്സ് ഹൂ കെയിം ഐദർ ഫ്രം ഇന്ത്യ ഓർ അബ്രോഡ്. അതായത് ഇന്ത്യന്റെ അകത്തും പുറത്തു നിന്നും വന്ന ആൾക്കാരെ കുടിയേറ്റക്കാരെ എന്താണ് ഒരു കയ്യേറ്റക്കാരായിട്ടാണ് അവര് ഇവിടുത്തെ ആൾക്കാര് കണ്ടിരുന്നത്. They feared that the foreigners might appropriate their land, resource, employment opportunity and political power. Naturally, they reacted against migrants. അതായത് ഇവരെന്താണ് അവരുടെ ഭൂമിയും അതായത് അവരുടെ റിസോഴ്സും ലാൻഡും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പൊളിറ്റിക്കൽ പവറും ഒക്കെ കുടിയേറ്റക്കാർ കൈയെടുക്കുമെന്ന് അവര് ഭയപ്പെട്ടു. അതായത് അവർക്ക് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ തിരികെയാണ് അവിടുത്തെ ജനങ്ങൾ ഉണ്ടായത്. മൂവ്മെന്റ് അഗൈൻസ്റ്റ് മൈഗ്രൻസ് സ്റ്റാർട്ടഡ് ഇൻ ആസാം, ത്രിപുര, മിസോറാം ആൻഡ് അരുണാചൽ പ്രദേശ്. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ആസാമിലും ത്രിപുരയിലും മിസോറാമിലും അരുണാചൽ പ്രദേശിലുമാണ് ഈ മൂവ്മെന്റ് മൈഗ്രൻസിനെതിരുള്ള മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. The most important among them was the Assam movement from 1979 to 1985. 1979 മുതൽ 1985 വരെ നീണ്ടുനിന്ന ആസാം പ്രക്ഷോഭമാണ് ഏറ്റവും ഇതില് ശ്രദ്ധേയമായത് എന്ന് പറയുന്നത്. The Assam suspected that large number of Bengali Muslim
who migrated from the Bangladesh were illegal migrants. അതായത് ആസാമിലെ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗം ഇവിടുന്ന് ബംഗാളിൽ നിന്ന് വന്നവരായിരുന്നു. അവരൊരു നിയമവിരുദ്ധ, അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ കുടിയേറ്റക്കാരായിരുന്നു എന്ന് ഈ ആസാമിലെ ആൾക്കാര് വിശ്വസിച്ചിരുന്നു. They felt that unless the illegal migrants are detected and set back to their own place, the original native of the Assam will soon become the minority in the state. അതായത് ഈ ആസാമിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരെ നാട് കടത്തിയില്ലെങ്കിൽ അവരെ എന്താണ് ഒരു മൈനോറിറ്റി, അവിടുത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരു മൈനോറിറ്റി ആയിട്ട് മാറ്റുമെന്നാണ് ഇവര് ഭയപ്പെട്ടത്. കാരണം ഇവര് ഒറ്റപ്പെടുത്തിയിട്ട് അവര് ആവും അവിടുത്തെ ആൾക്കാരെ എന്ന് അവര് ചിന്തിച്ചു. There were certain economic reasons also which forced the people to turn against the migrants. അങ്ങനെ ആയപ്പോ എന്താണ്, എക്കണോമിക്കലായിട്ടും, അതായത് അവർക്ക് എക്കണോമിക്കലായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ അതിലും അവർക്കെതിരെ തിരിയാനായിട്ട്, ഈ മൈഗ്രൻസിനെതിരെ തിരിയാനായിട്ട് എക്കണോമിക് റീസൺസും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എക്കണോമിക് റീസൺസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഓയിൽ, ടീ ആൻഡ് കോയിൽ ആസാം, വൈഡ് സ്പ്രെഡ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് പ്രിവെയിൽഡ് there. അതായത് എക്കണോമിക്കലായിട്ട് അവർ പറഞ്ഞത് കഴിഞ്ഞാൽ, ഈ ആസാമിൽ നിന്നാണ് എന്ത് ഓയിലും ടീയും അതായത് കൽക്കരിയൊക്കെ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവിടെ എന്താണ് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ഒക്കെ അവിടെ നിലനിന്നിരുന്നു എന്നാണ് അവര് പറയുന്നത്. In 1979 legal migration became great issue. അതായത് 1979 ഒരു കുടിയേറ്റം ഒരു മുഖ്യ പ്രശ്നമായിട്ട് മാറുകയാണ് ഉണ്ടായത്. The matters became worse when the name of large number of illegal migrants from Bangladesh were seen in the voters list of Assam. അതായത് ഈ കുടിയേറ്റക്കാർ ബംഗ്ലാദേശിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ കുടിയേറ്റക്കാർ വന്നിരുന്നു എന്ന്, അവര് വൻതോതിൽ എന്താണ് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയതും ഒരു പ്രശ്നമായിട്ട് മാറുകയാണ് ഉണ്ടായത്. The Assam people felt that in the ensuing election the foreign migrants would dominated over them. അതായത് അവര് വന്ന് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടാവുമ്പോ എന്താണ് ഈ കുടിയേറ്റക്കാര് അവരുടെ മേൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമ്പോ ഈ കുടിയേറ്റക്കാർ അവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുമെന്ന് ഇവർക്ക് ആർക്ക് വ്യക്തമായി, ഈ ആസാമീസിന് വ്യക്തമായി. ഇവര് വന്ന് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കും. അങ്ങനെ വന്നപ്പോ അവർക്കെതിരെ തിരിയുകയാണ് ഉണ്ടായത്. All Assam Students Union and Assam Gana Sanghara Parishad started the anti-foreign movement. അങ്ങനെ 1979 ആയപ്പോഴേക്കും ആസാം സ്റ്റുഡന്റ് യൂണിയനും ആസാം ഗണ സങ്കര പരിഷത്തും കൂടിയിട്ട് ഒരു ആന്റി ഫോറിൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. Their agitation was against illegal migration, against the domination of Bengalis and other outsiders, and also against the faulty voters list. ഇവരെന്തിനാണ് ഈ അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ഇല്ലീഗൽ മൈഗ്രേഷനും ഈ ബംഗാളികളുടെ ഡോമിനേഷനും അത് പുറത്തുള്ളവരുടെ ഡോമിനേഷനും ഒക്കെ ഇല്ലാണ്ടാക്കാനും, പിന്നെ ഈ വോട്ടർ ലിസ്റ്റിലൊക്കെ ഇത് വന്നില്ല, ഇതിനൊക്കെ എതിരായിട്ടായിരുന്നു ഇവര് ആസാം സ്റ്റുഡൻസ് യൂണിയനും ആസാം ഗണ സംഘടന പരിഷത്തും ഒക്കെ അവര് ഫൈറ്റ് ചെയ്തിരുന്നത്. The agitators demanded the migrants who entered the state after 1951 should be set back. 1951 ശേഷം വന്ന എല്ലാ മൈഗ്രേറ്റ്സിനെയും തിരിച്ചയക്കാനായിട്ടായിരുന്നു ഈ അജിറ്റേറ്റേഴ്സ് അവരുടെ ആവശ്യം. The students in Assam followed novel method of agitation and mobilized all sections of people. The movement got widespread support other states. അതായത് ആസാമിലെ ഈ നമ്മൾ പറഞ്ഞു സ്റ്റുഡൻസിന്റെ അവര് പറഞ്ഞില്ല, അവരുടെ ഒരു സമരതന്ത്രങ്ങൾ എന്താണ്, എല്ലാരും ഒരു പ്രത്യേക നോവൽ മെത്തേഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പീപ്പിളെയും ഇതിലേക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ പെട്ടെന്ന് തന്നെ ഈ മൂവ്മെന്റ് വൈഡ് സ്പ്രെഡ് ആവാനായിട്ട് കാരണമായി. The agitators adopt violence means also അവര് വയലൻസും അതായത് അതിക്രമങ്ങളും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. Boycotting the election of 1983, they unleashed widespread violence in the state. 1983 election അവരെന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്യാണ് ഉണ്ടായത്. എന്നിട്ട് അത് പരിഷ്കരിച്ച് എന്ത് ചെയ്തു? അവിടെ വയലൻസ് പുറപ്പെടുവിച്ചു. More than were killed, many people lost their property. The agitators tried to blockade the movement of train and the supply of oil from Assam to the refiners in Bihar. അതായത് 3000 people അവിടെ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ കുറെ പേർക്ക് അവരെ പ്രോപ്പർട്ടീസ് ഒക്കെ ലോസ് ആയി. ഈ
തീവണ്ടികൾ തടഞ്ഞിട്ട് ആസാമിൽ നിന്നും ബീഹാറിലേക്ക് കൊണ്ടുപോകുന്ന ഈ എണ്ണ വിതരണമൊക്കെ തടസ്സപ്പെടുത്തുകയാണ്. തടസ്സപ്പെടുത്താനൊക്കെ ഈ പ്രക്ഷോഭകാരികള് ശ്രമിച്ചു. For 6 years, finally it came into an end through the negotiation initiated by the Rajiv Gandhi government. 6 കൊല്ലം എന്താണ് ഈ ആസാം അജിറ്റേഷൻ ഇങ്ങനെ നീണ്ടു നിന്നു. അങ്ങനെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് തന്നെയാണ് ഇതിന് വീണ്ടും മുൻകൈ എടുത്ത് ഈ ചർച്ചകളോട് ഒത്തുതീർപ്പാക്കാനായിട്ട് രാജീവ് ഗാന്ധി ഗവൺമെന്റ് മുൻകൈ എടുത്തു. Consequently, an agreement was reached between the government and ASU in August 1985. അങ്ങനെ ASU നേതാക്കന്മാരുടെ ചർച്ചയെ തുടർന്ന് 1985 ഒരു സമാധാന കരാറില് ഒപ്പുവെക്കാനുണ്ടായത്. According to this agreement, the government agreed to set back all the migrants who came Assam during after the Bangladesh war. അതായത് ഈ കരാറില് ഈ പ്രകാരം എന്താണ് ബംഗ്ലാദേശ് യുദ്ധകാലത്തും അതിനുശേഷം ആസാമിലേക്ക് വന്ന എല്ലാ മൈഗ്രൻസിനെയും തിരിച്ചയക്കാനായിട്ട് ഗവൺമെന്റ് സമ്മതിച്ചു. The government also declared a special economic package for the development of Assam. ആസാമിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരു പ്രത്യേക ഒരു എക്കണോമിക് പാക്കേജും കൂടി അവര് ഡിക്ലെയർ ചെയ്തു. അസംബ്ലി ഇലക്ഷൻ were held in Assam in December 1985. 1985 ഡിസംബറിൽ അവിടെ അസംബ്ലി ഇലക്ഷൻ നടന്നു. The leader of AASU and Assam Gana Sanghara Parishad, who gave leadership to Assam agitation, merged their organization and formed a new political party called Assam Gana Parishad. അതായത് ഈ ASSUവും ആസാം ഗണ പരിഷത്തും കൂടി അവിടുത്തെ ലീഡർഷിപ്പ് അതെന്ത് ചെയ്തു അവരുടെ സംഘടനകൾ ഏകോപിപ്പിച്ച് ആ പാർട്ടി എന്തായത് അസം ഗണ പരിഷത്ത് എന്ന സംഘടനയായിട്ട് പുതിയ പാർട്ടി അവര് രൂപീകരിച്ചു. Resolving their foreign national problem as well as build a golden Assam. അതായത് വിദേശ കുടിയേറ്റക്കാരുടെ പ്രശ്നം പരിഹരിക്കുമെന്നും ഒരു സുവർണ ആസാം കെട്ടിപ്പടുക്കുമെന്നായിരുന്നു ആരുടെ വാഗ്ദാനത്തോടെയാണ് ഈ GP അവര് വന്നത്. The leader of AASU, Prafulla Kumar Mahanta, became the ചീഫ് മിനിസ്റ്റർ. ആരായിരുന്നു? പ്രഫുല്ല കുമാർ മഹന്തി ആയിരുന്നു AASUവിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തെ ആയിരുന്നു ചീഫ് മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുത്തു. The issue outsider continues to be a serious issue in many other places in North East India. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും എന്താണ് ഈ മൈഗ്രേൻസിന്റെ പ്രശ്നം വളരെയധികം ഗുരുതരമാണെന്നാണ് പറയുന്നത്. അവിടുത്തെ നോർത്ത് ഈസ്റ്റിലെ മറ്റു പ്രദേശങ്ങളിലും ഈ മൈഗ്രേഷൻ വളരെയധികം ഗുരുതര പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത്. It's very acute in the state of Tripura due to the large scale of migration of outsiders. The native of Tripura have been reduced to a minority. അതായത് ത്രിപുരയിലും ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങളിലും എന്താണ് ഇത് ഏറ്റവും ഈ മൈഗ്രൻസ് ഈ പ്രശ്നം വളരെയധികം രൂക്ഷമായിട്ടാണ് പറയുന്നത്. ഈ ത്രിപുരയിലെ എന്താണ് ഈ അവിടുത്തെ ആൾക്കാരും എന്താണ് ഈ കുടിയേറ്റക്കാർ മൂലം എന്താണ് അവരുടെ ഒരു മണ്ണിൽ എന്താണ് ഒരു മൈനോറിറ്റി ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. കുടിയേറ്റക്കാര് വന്നപ്പോ അവരൊക്കെ അവിടെ ഒരു മൈനോറിറ്റി ആയിട്ട് മാറി. സെയിം ഫീലിംഗ് is causes for the hostility of the native population in ചക്മ റെഫ്യൂജീസ് ഇൻ മിസോറാം ആൻഡ് അരുണാചൽ പ്രദേശ്. അങ്ങനെ മിസോറാമിലെയും അരുണാചൽ പ്രദേശിൽ ചക്മയിലും ഈ അഭയാർത്ഥികളോട് എന്താണ് ജനത എന്താണ് ശത്രുത കാരണം ഇവർക്കും എന്താണ് ഈ മൈഗ്രേൻസിനോട് ഒരു ശത്രുതയാണ്. കാരണം എന്താണ് അവരൊരു മൈനോറിറ്റി ആക്കി മാറ്റുമെന്ന ചിന്ത ഈ മിസോറാമിലെ അരുണാചൽ പ്രദേശിലെ ആൾക്കാർക്ക് ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്കും ഇവരോട് ഒരു ശത്രുതയായിട്ടാണ് അവരെയും കണ്ടിരുന്നത്. ഇതാണ് 3 പ്രോബ്ലംസ്. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ആണ് ലിബറേഷൻ ഓഫ് ഗോവ. ലിബറേഷൻ ഓഫ് ഗോവ ഇപ്പൊ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഗോവയുടെ ഗോവ എങ്ങനെ ലിബറേഷൻ ആയി, അത് ഗോവ സംസ്ഥാനം എങ്ങനെ രൂപീകരിച്ചു എന്നത് നമുക്ക് നോക്കാം. Even though India became independent in 1947, it was not totally free from foreign domination. Goa, Daman and Diu were still under the Portuguese rule. അതായത് ഇൻഡിപെൻഡൻസ് അതായത് 1947 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഫ്രീ ആയിരുന്നെങ്കിലും സ്വാതന്ത്ര്യമായിരുന്നെങ്കിലും എന്താണ് ഗോവയിലെ ഗോവ ദാമൻ ദിയു എന്നിവ പ്രദേശങ്ങൾ അപ്പോഴും ആരെ കൺട്രോളിലായിരുന്നു? പോർച്ചുഗീസിന്റെ കൺട്രോളിൽ ആയിരുന്നു.
From 16th century onwards, this place were under the Portuguese domination. 16th സെഞ്ചുറിയിലും എന്താണ് പോർച്ചുഗീസിന്റെ ഡോമിനേഷനിലായിരുന്നു ഈ പ്രദേശങ്ങള് നിലനിന്നിരുന്നത്. During their long rule, the Portuguese suppressed the people of Goa, denied the civil rights and made forcible conversion. അതായത് ഈ പീരീഡിൽ എന്താണ് പോർച്ചുഗീസ് ഗോവയിലെ ആൾക്കാരെ അതായത് അടിച്ചമർത്താനും അവരെ സിവിൽ റൈറ്റ്സ് ഒക്കെ ഇല്ലാണ്ടാക്കുവാനും പിന്നെ ഫോഴ്സ് അതായത് നിർബന്ധിത മതമാറ്റമൊക്കെ പോർച്ചുഗീസ് ഗോവയില് നടത്തുകയും ചെയ്തിരുന്നു. Was continuously requesting the Portuguese government to give back Goa. നെഹ്റു ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇൻഡിപെൻഡൻസ് ശേഷം ഇവരുടെ അടുത്ത് ഗോവയിൽ നിന്ന് പോവാനായിട്ട് അവരെ റിക്വസ്റ്റ് ചെയ്തു. ബട്ട് ദ പോർച്ചുഗീസ് റിജക്റ്റഡ് ദിസ് റിക്വസ്റ്റ്. മീൻവൈൽ എ സ്ട്രോങ് പീപ്പിൾ മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ ഗോവ ലിബറേറ്റ് ഫ്രം ദ ഫോറിൻ ഡോമിനേഷൻ. അത് റിക്വസ്റ്റ് റിജക്ട് ചെയ്തപ്പോ എന്ത് ചെയ്തു? പിന്നെ എന്തായാലും ഗോവ ലിബറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോറിൻ ഡോമിനേഷൻ നിലനിർത്താനായിട്ട് ഒരു മൂവ്മെന്റ് തന്നെ വേണമെന്ന് അവര് സ്റ്റാർട്ട് ചെയ്തു. The Communist Party and the Janasangha wanted the Goa should be conquered using military force. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ഭാരത ജനസംഘ പാർട്ടിയൊക്കെ എന്താണ് ഒരു മിലിറ്ററി ഫോഴ്സിന്റെ കൂടിയിട്ടാണ് ഗോവയെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാനായിട്ട് അവരും അതാക്കി. Suppress the popular movement for the liberation of Goa. അതായത് പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? ഈ പോപ്പുലർ മൂവ്മെന്റ് നടത്തിയവരെ സപ്രസ് ചെയ്യാനുള്ള ഗോവയെ വിമോചനത്തിനായിട്ട് നടത്തിയിരുന്ന മൂവ്മെന്റിനെ അവർ സപ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ദ സോഷ്യലിസ്റ്റ് സത്യാഗ്രഹീസ് ഓഫ് മഹാരാഷ്ട്ര ഗേവ് സപ്പോർട്ട് ടു ദോസ് ഹൂ വെർ ഫൈറ്റിംഗ് ഫോർ ദ ലിബറേഷൻ ഓഫ് ഗോവ. അതായത് ഗോവയുടെ ലിബറേഷന് വേണ്ടിയിട്ട് സോഷ്യലിസ്റ്റ് സത്യാഗ്രഹി മഹാരാഷ്ട്രയിലുള്ള സോഷ്യലിസ്റ്റ് സത്യാഗ്രഹികൾ പിന്തുണ ചെയ്തു. ഇറ്റ് പ്രൊവൈഡ് സ്ട്രെങ്ത് ടു ദ ലിബറേഷൻ മൂവ്മെന്റ്. ഈ സപ്പോർട്ടും കൂടി ആയപ്പോ എന്താണ് ഈ ലിബറേഷൻ മൂവ്മെന്റ് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുകയാണ് ചെയ്തത്. India government sent army under the command for General Chaudhary to liberate Goa, Daman and Diu. Indian army liberated this place within 2 days. 1961 ആയപ്പോഴേക്കും ഇന്ത്യൻ ഗവൺമെന്റ് എന്താണ് ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളെ മോചിപ്പിക്കുന്നതിനായിട്ട് ജനറൽ ചൗധരിയെ ഇങ്ങോട്ട് അയച്ചു. നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അങ്ങോട്ട് അയച്ചു. 2 ദിവസത്തിനകം ഈ സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? ലിബറേറ്റ് ആക്കുകയും ചെയ്തു. By the 12th amendment of the constitution, this place were made a union territory. 12ാം ഭേദഗതി പ്രകാരം ഈ 3 പ്രദേശങ്ങളും ചേർത്ത് എന്താക്കി? ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. The army operation in Goa was named Operation Vijay. ഈ ആർമി ഓപ്പറേഷനെ എന്ത് പേരിലുള്ള ഗോവയിലുള്ള ഈ ആർമി ഓപ്പറേഷനെ ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പൊ കുറെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ വിജയ്, അങ്ങനെയൊക്കെ തെറ്റിപ്പോവരുത്. ഗോവയുടെ ലിബറേഷന് വേണ്ടിയിട്ടുള്ള ഇതിനാണ് ഏത്? ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഗോൾഡൻ ടെമ്പിളിലുള്ളതിനാണ് ഇത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി വാണ്ടഡ് മെർജ് ഗോവ വിത്തിൻ മഹാരാഷ്ട്ര. അപ്പൊ അവിടെ ലിബറേഷൻ ആയപ്പോ ഒരു പ്രശ്നം വന്നെന്ന് വെച്ചാൽ മഹാരാഷ്ട്രവാദി ഗോമന്തക് എന്ന മഹാരാഷ്ട്രയോട് ചേർക്കാനായിട്ട് പറഞ്ഞു ഈ ഗോവനെ. They put a forward this demand of because Goa is മറാത്തി എന്നാണ്. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മറാത്തി സ്പീക്കിംഗ് പ്ലേസ്. അതായത് അവർ പറഞ്ഞൊരു ഡിമാൻഡ് കൊണ്ടുവന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗോവയിൽ കൂടുതൽ ആൾക്കാർ മറാത്തിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോവനെ ഇതിൽ മഹാരാഷ്ട്രയോട് ചേർക്കാനായിട്ട് പറഞ്ഞു. ബട്ട് മെജോറിറ്റി ഓഫ് ദ ഗോൺസ് വാണ്ടഡ് ടു റിട്ടേൺ ദ ഐഡന്റിറ്റി ആൻഡ് കൾച്ചർ ഓഫ് ഗോവ, പർട്ടിക്കുലർലി ദ കൊങ്കണി ലാംഗ്വേജ്. പക്ഷെ എന്താണ് അവിടെ അവരുടെ ഒരു ഗോവയിലെ കൊങ്കണി ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കൾച്ചറും ഇതൊക്കെ നിലനിർത്താനായിട്ടായിരുന്നു അവര് ശ്രമിച്ചത്. They were led by the യുണൈറ്റഡ് ഗോൺ പാർട്ടി. ഈ യുണൈറ്റഡ് ഗോൺ പാർട്ടി ആണ് ഇതിന് നേതൃത്വം നൽകിയത്. അതായത് മഹാരാഷ്ട്ര ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചപ്പോ അവരത് നിലനിർത്താനായിട്ട് ഒരു യുണൈറ്റഡ് ഗോൺ പാർട്ടി അതിന് നേതൃത്വം നൽകി. സെൻട്രൽ ഗവൺമെന്റ് ഹെൽഡ് ആൻ ഒപ്പീനിയൻ പോൾ ഇൻ ഗോവ. 1969 സെൻട്രൽ ഗവൺമെന്റ് ഗോവയുടെ ഒരു ഒപ്പീനിയൻ ആയിട്ട് അവിടെ ജനങ്ങളുടെ ഒരു ഒപ്പീനിയൻ ചോദിച്ചു. ദിസ് ദ ഡിസിഷൻ ടു മെർജ് വിത്ത് മഹാരാഷ്ട്ര ഓർ ടു സ്റ്റാൻഡ് ഇൻഡിപെൻഡന്റ്ലി ഈസ് ലെഫ്റ്റ്
ടു ദ പീപ്പിൾ ദംസെൽസ്. അതായത് മഹാരാഷ്ട്രയോട് മെർജ് ആവാണോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണോ എന്നുള്ള അഭിപ്രായം ഗോവയിലെ ജനങ്ങളോട് ചോദിച്ചു. ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ദാറ്റ് എ referendum like procedure was used to know people's wish as a subject. ആദ്യമായിട്ടാണ് ഇത് അതായത് നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു ഇതാണ് നടപടിയാണ് എന്ത് ജനങ്ങളുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ട് ഒരു ഭൂരിഭാഗം വോട്ട് ചെയ്ത് തീരുമാനിക്കേണ്ടത് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഇതാണ് ഇത് ഈ ഗോവയിലെ ജനങ്ങളോട് ചോദിച്ചത്. ഗോവ സ്റ്റാൻഡിങ് ഇൻഡിപെൻഡന്റ്ലി വിത്തൗട്ട് ജോയിങ് മഹാരാഷ്ട്ര. അതായത് ഗോവയിലെ മെജോറിറ്റി ജനങ്ങൾ പറഞ്ഞെന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനായിട്ടായിരുന്നു പറഞ്ഞത്. മഹാരാഷ്ട്രയായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് അവർക്ക് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. Thus Goa remained as a union territory. In 1987 Goa became a state of Indian Union. അങ്ങനെ ഗോവനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി തുടർന്നു. 1987 ഗോവ ഈ സംസ്ഥാന പദവി ലഭിക്കുകയും ചെയ്തു. ഇതാണ് ലിബറേഷൻ ഓഫ് ഗോവ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ലെസൺസ്. നമ്മളെല്ലാം പറയാം ലാസ്റ്റ് ഇതിൽ നിന്ന് എന്തെല്ലാം ലെസൺസ് ആണ് നമുക്ക് ഉൾക്കൊണ്ടതെന്നുള്ളത് നമ്മൾ നോക്കാറുണ്ടല്ലോ. അതേപോലെ ഇതിൽ നിന്ന് എന്തെല്ലാം ലെസൺസ് ആണ് ഉൾക്കൊണ്ടത്. റീജിയണൽ ആസ്പിറേഷൻ ആർ പാർട്ട് ഓഫ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. അതായത് ഇത് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഇത് റീജിയണൽ ആസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. റീജിയണൽ ആസ്പിറേഷൻ ഷുഡ് നോട്ട് ബി സപ്രസ്ഡ്. ദേ ഷുഡ് ബി റിസോൾവ് ത്രൂ ഡെമോക്രാറ്റിക് നെഗോസിയേഷൻ. അതായത് റീജിയണൽ ആസ്പിറേഷൻ എന്ന് പറയുന്നത് അടിച്ചമർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ജനാധിപത്യപരമായ ചർച്ചകളിലൂടെയൊക്കെയാണ് അവ പരിഹരിക്കപ്പെടേണ്ടത്. അതായത് നമ്മൾ ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ എന്താണ് കുറെ ചർച്ചകളുടെയും കാര്യങ്ങളുടെയൊക്കെയാണ് ഇത് പരിഹരിക്കപ്പെട്ടത് അല്ലെ. അത് ഈ ഡെമോക്രാറ്റിക് ഇതിലൂടെയാണ് പരിഹരിക്കപ്പെടേണ്ടത്. പവർ ഷുഡ് ബി ഷെയർഡ് ബിറ്റ്വീൻ റീജിയണൽ groups and parties. They should be given participate in the power in the state and the national level. അതായത് അധികാരം എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റ് ഇൻ പവർ അറ്റ് ദ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽ. പ്രാദേശിക ഗ്രൂപ്പുകളും പാർട്ടികളും ഒക്കെ ആയിട്ട് എന്താണ് സംസ്ഥാന ദേശീയ തലങ്ങളിലൊക്കെ അധികാരങ്ങളൊക്കെ അവർക്ക് പങ്കാളിത്തം നൽകണം എന്നാണ് പറയുന്നത്. എല്ലാ തലത്തിലും അവർക്കുള്ള അധികാരങ്ങളൊക്കെ പങ്കാളിത്തം നൽകണം. റീജിയണൽ ഇംബാലൻസ് ഷുഡ് ബി റിമൂവ്ഡ്. അതായത് ഒരു പ്രാദേശിക അസന്തുലിതാവസ്ഥയൊക്കെ കാണിക്കുക തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കണം. ദ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാഡ് ഷോൺ farsightedness in dealing with the issue of the diversity. അതായത് വൈവിധ്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കളൊക്കെ അത് വളരെയധികം ദീർഘദൃഷ്ടി അവരെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ അതൊക്കെ എങ്ങനെ അത് പരിഹരിക്കപ്പെടണം അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ഭരണഘടനാ ഭരണഘടനാ നിർമ്മാതാക്കൾ അതൊക്കെ മുൻകൂട്ടി ദീർഘദൃഷ്ടിയോടെ കണ്ടിട്ടുണ്ടെന്നെല്ലാം നമുക്ക് ഈ ലെസണിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ?